എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പുതിയൊരു ചോദ്യപേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. ചോദ്യപേപ്പർ ഈ വർഷം തന്നെ നടന്നതാണ്. അതായത് 22/2/2023. ഏറ്റവും കൂടുതൽ നമ്മൾ ഈ വർഷം നടന്ന ചോദ്യപേപ്പർ റെഫർ ചെയ്യുന്നതിന്റെ കാരണം നിങ്ങൾക്കറിയാം. ഏറ്റവും പുതിയ പാറ്റേൺ, ഏറ്റവും പുതിയ ടൈപ്പ് ചോദ്യങ്ങൾ. അത് മാത്രമല്ല, ഈ ചോദ്യപേപ്പറിന് ഒരു വളരെ പ്രത്യേകത കൂടിയുണ്ട്. ഈ പേപ്പറിൽ ധാരാളം സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യനുകളുണ്ട്. അത് മാത്രമല്ല, ആപ്ലിക്കേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻ. അതായത് കൃത്യമായി തിയറി പഠിച്ചിരിക്കുന്ന ഒരാൾക്ക് അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ലെവലിൽ ഉത്തരം എഴുതാൻ കൃത്യമായി മനസ്സിലാക്കി, അല്ലാതെ കാണാപ്പാഠം പഠിച്ചത് മാത്രമല്ല, കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്ന ഒരാൾക്ക് ഉത്തരം എഴുതാവുന്ന രീതിയിലാണ്. ഓക്കെ, അപ്പൊ ഈ ചോദ്യപേപ്പർ റെഫർ ചെയ്യുന്നതിലൂടെ എങ്ങനെയാണ് ഈ ആപ്ലിക്കേഷൻ ലെവൽ ചോദ്യങ്ങൾ വരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോ നമുക്ക് നമ്മുടെ ചോദ്യപേപ്പറിലേക്ക് കടക്കാം. ചോദ്യപേപ്പറിന്റെ കോഡ് 16/2023 ആണ്. ലെജിസ്ലേറ്റർ സെക്രട്ടേറിയറ്റ് അവിടേക്ക് നടന്ന ഒരു എക്സാം ആണ്. ടൈപ്പിസ്റ്റ് റിപ്പോർട്ടർ ഗ്രേഡ് 2. ഓക്കെ, അപ്പൊ നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. നമ്മുടെ ചോദ്യങ്ങൾ 11 മുതൽ 50 വരെയുള്ള ചോദ്യങ്ങളാണ് നമ്മൾ റെഫർ ചെയ്യുന്ന ചോദ്യപേപ്പറിലുള്ളത്. 11 മുതൽ 50 വരെ 40 ചോദ്യം. ഞാൻ സൈഡ് ബൈ സൈഡ് ആയിട്ട് ഈ ആൻസർ കീ കൂടെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് വിശദമായി തന്നെ ചർച്ച ചെയ്യും. ഓക്കെ, അപ്പോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. Consider the following pairs. Which one of the following is wrongly matched? അപ്പൊ ഇവിടെ ഒരു മാച്ച് ദ ഫോളോയിങ് പോലെയാണ് തന്നേക്കുന്നത്. മെമ്മറിയെ കുറിച്ചുള്ള ചോദ്യമാണ്. നമ്മുടെ ഒരു മെയിൻ ക്ലാസ് തന്നെ മെമ്മറിയെ കുറിച്ചായിരുന്നു. ഏകദേശം 1 മണിക്കൂറോളം ഞാൻ ആ ക്ലാസ്സിൽ മെമ്മറിയെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. റാം എന്ന് പറയുന്നത് വോളറ്റൈൽ മെമ്മറിയാണ്, ശരിയാണ്. അടുത്ത് ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്നത് എന്താണ്? ഓക്സിലറി മെമ്മറി. ഓക്സിലറി എന്ന് പറഞ്ഞാൽ സെക്കൻഡറി മെമ്മറി എന്ന് പറയുന്നതിന് മറ്റൊരു പേരാണ് ഓക്സിലറി മെമ്മറി അല്ലെങ്കിൽ അഡീഷണൽ മെമ്മറി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഹാർഡ് ഡിസ്ക് സെക്കൻഡറി മെമ്മറിയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പൊ അതും കറക്റ്റ് ആണ്. ഒന്നാമത്തെ കറക്റ്റ് ആണ്, രണ്ടാമത്തെ കറക്റ്റ് ആണ്. മൂന്നാമത്തെ നോക്കൂ, എന്താണ്? DVD പ്രൈമറി മെമ്മറിയാണ്. ഒറ്റയടിക്കാൻ നമുക്ക് പറയാം DVD എന്തല്ല, പ്രൈമറി മെമ്മറി അല്ല. DVDയും CD-യും എന്താണ്? സെക്കൻഡറി മെമ്മറിയാണ്. അപ്പൊ അതുകൊണ്ട് അത് മാച്ചിങ് അല്ല. അടുത്തതിലേക്ക് വരും. അടുത്തത് എന്താണ് പറയുന്നത്? അടുത്ത പറയുന്ന റോം നോൺ വോളറ്റൈൽ മെമ്മറിയാണ്. ഇതുകൂടെ നിങ്ങൾ ഓർത്തിരിക്കുക. റോം എന്താണ്? നോൺ വോളറ്റൈൽ മെമ്മറിയാണ്. ഇത് കറക്റ്റ് ആണ്. ഓക്കെ, റാം എന്ന് പറയുന്നത് വോളറ്റൈൽ ആണെങ്കിൽ റോം എന്ന് പറയുന്നത് നോൺ വോളറ്റൈൽ ആണ്. ഞാൻ പഠിപ്പിച്ചപ്പോഴൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? റോം എന്ന് പറയുന്നത് നമ്മൾ കമ്പ്യൂട്ടർ ഓഫ് ചെയ്താലും മാഞ്ഞു പോകുന്ന ഒരു മെമ്മറി അല്ല. അതുകൊണ്ട് റോം എന്ന് പറയുന്നത് എന്തല്ല? നോൺ വോളറ്റൈൽ മെമ്മറി അല്ല. അതിന് എക്സാമ്പിൾ ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ പേര്, നമ്മുടെ അച്ഛന്റെ പേര്, അമ്മയുടെ പേര്, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യില്ല, മറന്നു പോവില്ല. മറ്റു ചില കാര്യങ്ങൾ, ഇപ്പൊ ഇന്ന് രാവിലെ കഴിച്ച ഫുഡ്, അല്ലെങ്കിൽ 5 ദിവസം മുമ്പ് കഴിച്ച, അല്ലെങ്കിൽ അന്നിട്ട ഡ്രസ്സിന്റെ കളർ, ഇതൊക്കെ നമ്മൾ മറന്നു പോകും. അതുകൊണ്ട് അതൊക്കെ റാം ആണ്, വോളറ്റൈൽ മെമ്മറിയാണ് എന്ന് പറഞ്ഞ എക്സാമ്പിൾ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോ റോം എന്ന് പറയുന്നത് എന്താണ്? നോൺ വോളറ്റൈൽ മെമ്മറിയാണ്. അത് ശരിയാണ്. റാം എന്ന് പറയുന്നത് വോളറ്റൈൽ മെമ്മറിയാണ്, ശരിയാണ്. ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്ന ഓക്സിലറി മെമ്മറി അല്ലെങ്കിൽ സെക്കൻഡറി മെമ്മറി എന്ന് പറയുന്നത് അതും ശരിയാണ്. അപ്പോൾ DVD-യും CD-യും ഹാർഡ് ഡിസ്കും ഒന്നും എന്തല്ല? പ്രൈമറി മെമ്മറി അല്ല, അതെല്ലാം സെക്കൻഡറി മെമ്മറിയാണ്. അപ്പൊ ഇതാണ് തെറ്റ്. അപ്പൊ ആൻസർ 11ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഏതാണ്? DVD
ഈസ് പ്രൈമറി മെമ്മറി എന്ന് പറയുന്ന സി ആണ് ആൻസർ. ഓക്കെ, 11ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഇവിടെ സി ആണ് കൊടുത്തിരിക്കുന്നത്. കറക്റ്റ്. അടുത്തത് OLED മോണിറ്റർ സ്റ്റാൻഡ്സ്. മോണിറ്റർ പലതരത്തിലുള്ള മോണിറ്ററുകൾ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോ നമ്മളിപ്പോ ഇന്ന് കാണുന്ന തരത്തിലുള്ള മോണിറ്ററിന് നമ്മൾ LCD ഉണ്ട്, LED ഉണ്ട്, OLED ഉണ്ട്. ഓക്കെ, അപ്പം LCD, LED, OLED. ഓക്കെ, ഇപ്പൊ LCD, LED screens use a backlight to illuminate their pixels. അപ്പൊ നമുക്ക് അതിന്റെ സാങ്കേതിക വശങ്ങളിലേക്കൊന്നും നിങ്ങൾ അധികം പോകേണ്ട ആവശ്യമില്ല. ഇതിന്റെ ഓരോന്നിന്റെ ഫുൾ ഫോം ഒന്ന് മനസ്സിലാക്കി. LCD ഫുൾ ഫോം എന്താണ്? ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ. ഓക്കെ, LCD എന്താണ്? ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ. അതാണ് LCD, ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ. അത് LCD, ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ. അടുത്തത് LED. LED ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. ഓക്കെ, ഡയോഡാണ്, ലൈറ്റ് എമിറ്റിംഗ് ഡയോഡാണ് LED. അടുത്തത് OLED, ഓർഗാനിക് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. അതാണ് OLED. അപ്പൊ നമ്മള് LCD പറഞ്ഞു, LED പറഞ്ഞു, പിന്നെ എന്ത് പറഞ്ഞു? OLED പറഞ്ഞു. ഓക്കെ, ഇതുകൂടാതെ പ്ലാസ്മ, അങ്ങനെ പലതരത്തിലുള്ളതുണ്ട്. എന്നാലും ഈ ഫുൾ ഫോം ആയിട്ട് വരുന്ന സംഭവങ്ങൾ പ്രധാനമായിട്ടും വരുന്ന ഈ 3 ടൈപ്പാണ്: LED, OLED, LCD. ഓക്കെ, ഇതിനകത്തിൽ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യക്ക് ഇച്ചിരി വ്യത്യാസമുണ്ട്. ഒന്നൊരു ക്രിസ്റ്റൽ ഡിസ്പ്ലേ ആണ്. അതായത് നമ്മുടെ ഈ പഴയകാല വാച്ചിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ കാൽക്കുലേറ്റർ ഒക്കെ കണ്ടിട്ടുണ്ടാവും. ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് ആ ഒരു ഗ്രാഫൈറ്റ് പോലെ ഒരു സംഭവം, അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രത്യേക ഒരു ലിക്വിഡാണ്. ആ ലിക്വിഡിന് എന്ത് ചെയ്യുന്നു? ആ ലിക്വിഡിനകത്തിലേക്ക് ലൈറ്റ് കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന വേരിയേഷൻ, അതാണ് ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ. മറ്റേത് ഒരു ഡയോഡാണ്, ലൈറ്റിനെ എമിറ്റ് ചെയ്യുന്ന ഒരു തരത്തിലുള്ള ഡയോഡ്. ആ ഡയോഡിന്റെ മറ്റൊരു വേർഷനാണ് ഓർഗാനിക് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. അതാണ് നമ്മളുടെ വ്യത്യാസം. ഫുൾ ഫോം മാത്രം ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ നമുക്ക് അത്യാവശ്യം. അപ്പൊ ഇവിടുത്തെ എന്താണ്? ഓർഗാനിക് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. പേരുകൾ തമ്മിൽ ഒത്തിരി സാമ്യമുണ്ട്, അപ്പൊ അതുകൊണ്ട് തെറ്റിദ്ധരിക്കരുത്. പെട്ടെന്ന് ഓർത്തോളൂ, ഓർഗാനിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓർഗാനിക് കോമ്പൗണ്ടും ഇനോർഗാനിക്കും ഉണ്ട്. ഓക്കെ, അപ്പൊ അതില് ഓർഗാനിക് എന്നുള്ളത് ഓർക്കുക. OLED, ഓർഗാനിക് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. ഓക്കെ, കെമിസ്ട്രി പഠിച്ചവർക്ക് ഓർഗാനിക് കെമിസ്ട്രിയും ഇനോർഗാനിക് കെമിസ്ട്രിയും ഒക്കെ പഠിച്ചിട്ടുണ്ടോ? ഓക്കെ, അപ്പൊ അങ്ങനെയുള്ളവർക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും ഈ ഒരു കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോ 12ാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ ബി, ഓർഗാനിക് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. അടുത്ത ചോദ്യം 13. Some functions in computer system are given below. ഈ ചോദ്യം നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റവുമായി ബന്ധപ്പെട്ടാണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലെങ്കിൽ OSമായി ബന്ധപ്പെട്ട്. അപ്പൊ OSന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? അപ്പൊ OS പ്രോസസ് മാനേജ്മെന്റ് ചെയ്യുന്നുണ്ട്. ഇത് നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഞാനൊരു ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റിനകത്ത് റെഫർ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സം ഫങ്ഷൻസ് ഓഫ് കമ്പ്യൂട്ടർ, പ്രോസസ് മാനേജ്മെന്റ്, പ്രോസസ്സിനെ മാനേജ് ചെയ്യാൻ കഴിയും. പിന്നെ എന്താണ്? മെമ്മറിയെ മാനേജ് ചെയ്യാൻ കഴിയും, ഡിവൈസിനെ മാനേജ് ചെയ്യാൻ കഴിയും, ഫയലിനെ മാനേജ് ചെയ്യാൻ. ഓക്കെ, പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ കമ്പ്യൂട്ടറിനകത്തിൽ ഒത്തിരി ധാരാളം പ്രോസസ്സുകൾ. ഉദാഹരണത്തിന് നമ്മളുടെ അറ്റ് പ്രസന്റ് ടൈമിൽ എന്തൊക്കെ പിന്നെ പ്രോസസ്സുകൾ നടക്കുന്നുണ്ട് എന്നറിയാനായിട്ട് എളുപ്പത്തിൽ നമുക്ക് Ctrl+Alt+Delete എന്ന് പറഞ്ഞിട്ടൊരു ഷോർട്ട് കട്ട് കീ ഉണ്ട്. അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ പ്രോസസ്സുകൾ നമ്മുടെ അറ്റ് എ ടൈമിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് അറിയാൻ പറ്റും. ഓക്കെ, അപ്പോ അത് ഏതൊക്കെ പ്രോസസ് ഉണ്ട്. അതുപോലെ തന്നെ മെമ്മറി മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറിനകത്തിൽ എടുക്കുമ്പോൾ തന്നെ അതിനെ ഒരു ഡ്രൈവുകളായിട്ടാണ് കണക്കാക്കുന്നത്. ഓക്കെ, അപ്പോ ഡിവൈസ് മാനേജർ,
എന്ന് പറയുന്നത് നമ്മുടെ സിസ്റ്റത്തിനകത്ത് തന്നെ ഒരു ഓപ്ഷനുണ്ട്. അതിൽ നമുക്ക് ഡിവൈസ് മെമ്മറി മാനേജ്മെന്റ് പറയുന്നതിന് മുമ്പ് ഡിവൈസ് മാനേജർ ഒന്ന് കാണിക്കാം. ഡിവൈസ് മാനേജർ കാണിച്ചിട്ട് മെമ്മറി മാനേജർ കാണിക്കാം. ഇത് ഡിവൈസ് മാനേജറാണ്. നമ്മുടെ കമ്പ്യൂട്ടറിൽ ഏതൊക്കെ തരം ഡിവൈസുകൾ, ഇപ്പം ബാറ്ററി ഉണ്ട്, ബ്ലൂടൂത്ത് ഉണ്ട്, ക്യാമറയുണ്ട്, ഇതിൽ ഏത് ക്യാമറയാണ് വർക്ക് ചെയ്യുന്നത് നമുക്കറിയാൻ പറ്റും. അതുപോലെ തന്നെ ഡിസ്ക് ഡ്രൈവ്, ഓക്കെ, ഡ്രൈവ് ഏതിൻ്റെ ആണെന്ന് അറിയാൻ പറ്റും. ഓക്കെ, അതുപോലെ CD ഡ്രൈവ് ഉണ്ടെങ്കിൽ അത് ഏതിൻ്റെ ആണെന്ന് അറിയാൻ പറ്റും. അതുപോലെ മൗസ്, ഓക്കെ, ഇതിലിപ്പം 2 തരം മൗസ് ഉണ്ട്. ഒന്ന് ഞാനിപ്പം ഉപയോഗിക്കുന്ന മൗസും പിന്നെ ലാപ്ടോപ്പിന്റെ സ്നാപ്റ്റിക് ടച്ച് പാഡ്. അപ്പൊ ഓരോ തരം ഏതൊക്കെ തരം ഡിവൈസുകൾ ഇതുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് എന്ന് അറിയുന്നതാണ്. നമുക്ക് നോർമലി നമ്മുടെ സിസ്റ്റത്തിലേക്ക് പോയാൽ തന്നെ നമ്മുടെ മെമ്മറി മാനേജ്മെന്റ് നമുക്കുണ്ട്. ഇവിടെ നമുക്ക് ഏതൊക്കെ ഡ്രൈവുകളുണ്ട്, പല ഡ്രൈവുകൾ എങ്ങനെ തിരിച്ചിരിക്കുന്നു, അതിന്റെ മെമ്മറി എങ്ങനെ മാനേജ് ചെയ്തിരിക്കുന്നു എന്നുള്ളത് അറിയാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് ഇതെല്ലാം ഹാൻഡിൽ ചെയ്യുന്ന മെയിൻ ആയിട്ടൊരു സംഭവമാണ് നമ്മുടെ കൺട്രോൾ പാനൽ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ കൺട്രോൾ പാനൽ എടുത്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ തരത്തിൽ ഫയൽ ഹിസ്റ്ററി, ഫയലിന്റെ മാനേജ്മെന്റ്, അതുപോലെ തന്നെ ഈ അഡ്മിനിസ്ട്രേറ്റീവ് ടൂൾസ് എന്ന് പറഞ്ഞൊരു സംഭവത്തിൽ നമുക്ക് നമ്മുടെ സർവീസസ്, ഏതൊക്കെ തരം സർവീസസ് ഉണ്ട്. ഓക്കെ, കമ്പ്യൂട്ടർ മാനേജ്മെന്റ്. ഓക്കെ, ഈ കമ്പ്യൂട്ടർ മാനേജ്മെന്റിനകത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ഡിവൈസ് മാനേജർ, ഇവന്റ് മാനേജർ, സ്റ്റോറേജ് അല്ലെങ്കിൽ ഡിസ്ക് മാനേജ്മെന്റ്. അതായത് നമ്മുടെ കമ്പ്യൂട്ടറിന്റെ ഹാർഡ് ഡിസ്കിനെ എങ്ങനെയൊക്കെ മാനേജ് ചെയ്തിരിക്കുന്നു. ഇതുപോലെ ഓരോ ഡ്രൈവുകളും എത്രയായിട്ട് സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നു, അതിൽ ഓരോന്നിലും എത്ര പാർട്ടീഷൻ ഉണ്ട്, എത്ര GB ഉണ്ട്, എത്ര സൈസ് വേക്കന്റ് ഉണ്ട്, എത്ര സൈസ് ഒക്യുപ്പൈ ചെയ്തിട്ടുണ്ട്, ഇതെല്ലാം നമുക്ക് ഇവിടെ ഇങ്ങനെ അറിയാൻ പറ്റും. ഇവിടെ ഫ്രീ സ്പേസ് എത്രയുണ്ട്. ഓക്കെ, അപ്പൊ ഇതെല്ലാം നമുക്ക് ഏത് മാനേജ്മെന്റ് ആണ്? ഇത് മെമ്മറി മാനേജ്മെന്റ്. ഓക്കെ, ഇപ്പം ടാസ്ക് എന്ന് പറയുന്നത് ഏതൊക്കെ വർക്കുകൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ടാസ്ക് മാനേജ്. പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറിന് ഏതൊക്കെ തരം ഫംഗ്ഷനുകൾ ഇതിനകത്ത് ഇപ്പൊ നടക്കുന്നുണ്ട് എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഈ സംഭവങ്ങളെ എല്ലാം നമ്മുടെ എന്തുപയോഗിച്ച് മാനേജ് ചെയ്യാൻ പറ്റും? OS ഉപയോഗിച്ച് മാനേജ് ചെയ്യും. പ്രോസസ്സിനെ മാനേജ് ചെയ്യാൻ പറ്റും, മെമ്മറിയെ മാനേജ് ചെയ്യാൻ പറ്റും, ഡിവൈസിനെ മാനേജ് ചെയ്യാൻ പറ്റും, ഫയലിനെ മാനേജ് ചെയ്യുന്നത് എങ്ങനെയാണ് ഞാൻ നേരത്തെ ആദ്യം കാണിച്ചത്. അതായത് ഡ്രൈവുകളായിട്ടും ഫോൾഡറുകളായിട്ടും ഒക്കെ മാനേജ് ചെയ്യുന്നതാണ് ഫയല്. ഡിവൈസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കീബോർഡ്, മൗസ്, മറ്റു സാധനങ്ങൾ അങ്ങനെ ഓരോന്നും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് മാനേജ് ചെയ്യുന്നതാണ് ഡിവൈസ്. മെമ്മറി എന്ന് പറഞ്ഞാൽ മൊത്തത്തിലുള്ള മെമ്മറി, അതായത് റാം എത്രയാണ്, റോം എത്രയാണ്, അത് എത്രയാണ്, അതിന്റെ ഓരോന്നിന്റെയും ബൈഫ്രിക്കേഷൻ എത്രയാണ് എന്നുള്ളത് അറിയുന്നതാണ് മെമ്മറി മാനേജ്. പ്രോസസ്, ഏതൊക്കെ പ്രോഗ്രാമുകൾ അറ്റ് എ ടൈം, പ്രോസസ് എന്ന് പറഞ്ഞാൽ പ്രോഗ്രാം ഓൺ എക്സിക്യൂഷൻ ആണ് പ്രോസസ് എന്ന് പറയുന്നത്. ഒരു പ്രോഗ്രാം, ഏത് പ്രോഗ്രാമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്, അപ്പം അതിനെയൊക്കെ മാനേജ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത് പ്രോസസ് മാനേജ്. അപ്പൊ ഇതെല്ലാം ആരുടെ ജോലിയാണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ജോലി. ഇനി നമുക്ക് തന്നേക്കുന്നത് 1, 2, 3, 4 ഏതൊക്കെ ഓപ്ഷൻ ശരിയാണെന്നാണ്. അപ്പൊ ഇവിടെ D എന്ന് പറഞ്ഞൊരു ഓപ്ഷനകത്ത് എന്ത് കിടപ്പുണ്ട്? ഓൾ ഓഫ് ദ എബോവ് എന്ന് പറഞ്ഞാൽ. അപ്പൊ അതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഈ 4 എണ്ണത്തിനെയും ആര് മാനേജ് ചെയ്യുന്നു? ഈ കമ്പ്യൂട്ടർ എന്റെ സിസ്റ്റത്തിലെ OS മാനേജ് ചെയ്യുന്നു. ഐഡന്റിഫൈ ദ എബോവ് ഫങ്ഷൻസ് ആൻഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഐഡന്റിഫൈ which of the above functions are functions of operating system. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലെ ഫംഗ്ഷൻ ഏതൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. 4ഉം ശരിയായതുകൊണ്ട് D എന്നുള്ള ആൻസർ ആണ് കറക്റ്റ്. ഓക്കെ, നമുക്ക് ആൻസർ കീ കൂടെ നോക്കാം. 13ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ D. ഓക്കെ, കറക്റ്റ് ആണ്. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 14ാമത്തെ ചോദ്യം, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് റോങ്ലി മാച്ച്. ഓക്കെ, താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് റോങ്ലി ആയിട്ട് മാച്ച് ചെയ്തിരിക്കുന്നത്? അപ്പൊ നമ്മൾ ഇവിടെ നോക്കൂ, MB 1024 MB ചേർന്ന് GB ആവുന്നു. കറക്റ്റ്. MB ചേർന്നാണ് GB ആവുന്നത്. കറക്റ്റ് ആണ്. അടുത്തത് 1024 GB ചേർന്ന് ഒരു TB ആകും. അതും കറക്റ്റ് ആണ്. ഓക്കെ,
ഇനി 1024 KB ചേർന്ന് 1024 ബൈറ്റ് ചേർന്ന് ഒരു KB ആവും. അതും കറക്റ്റ് ആണ്. അപ്പൊ 1024 KB ചേർന്ന എന്തായിരിക്കും? ഒരു MB ആണ് ഉണ്ടാകും. അപ്പൊ അതിവിടെ തന്നിട്ടില്ല. അപ്പൊ ഈ തന്നിരിക്കുന്ന A കറക്റ്റ് ആണ്, B കറക്റ്റ് ആണ്, C കറക്റ്റ് ആണ്. D എന്താണ്? 1 PB ആണ്. ഓക്കെ, PB എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന വാല്യൂ കറക്റ്റ് ആണോ? അല്ല. അപ്പം PB എന്തുമായിട്ടാണ് നമ്മൾ സാധാരണ ഇക്വലന്റ് ചെയ്യുന്നത്? PB പെറ്റാബൈറ്റ്, അതിനെ ടെറാബൈറ്റുമായിട്ട് ആണ് നമ്മൾ ഇക്വലന്റ് ചെയ്യുന്നത്. ഇവിടെ എന്തുമായിട്ടാണ് ഇക്വലന്റ് ചെയ്തിരിക്കുന്നത്? GB ആയിട്ടാണ്. 1000 അല്ല, 1024 ആണ്. ഇതിനകത്തിൽ മിസ്റ്റേക്ക് ഉണ്ട് ഈ തന്നിരിക്കുന്നത്. ഓക്കെ, 1 TB ഈക്വൽ ടു എത്രയാണ്? പെറ്റാബൈറ്റുമായിട്ടാണ്. ഇവിടെ തന്നിരിക്കുന്നത് ജിഗാബൈറ്റുമായിട്ടാണ് മാച്ച് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഒരു ചാർട്ടൊക്കെ ഞാൻ നേരത്തെ തന്നിട്ടുണ്ട്. അപ്പൊ അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് എല്ലാ കൺവേർഷനും അറിയാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇവിടെ ഇതാണ് തെറ്റായിട്ടുള്ള ആൻസർ. ഡി ആണ് റോങ്ലി ആൻസർ. അപ്പൊ 14ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഡി ആണ്. ഓക്കെ, അപ്പോ ക്ലിയർ ആണല്ലോ. ഇതാണ് റോങ്. ഓക്കെ, ഇത് തെറ്റാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് നമ്മുടെ ആൻസർ ആണ്. റോങ്ലി മാച്ച്ഡ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇതാണ് ആൻസർ ഡി. ഓക്കെ, അടുത്ത ചോദ്യം. Which of the following statement is or are correct about the memory units of computer? Okay, നമ്മൾ കാണുന്ന മെമ്മറിയെ കുറിച്ച് കാണുന്ന മൂന്നാമത്തെ ചോദ്യമാണ്. ഓക്കെ, which of the following statement is or are correct about the memory units of computer? മെമ്മറി യൂണിറ്റുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ഏതാണ് ശരി? ഇതൊരു പ്യുവർലി സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. 3 സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് ഏതൊക്കെയാണ് കറക്റ്റ് എന്ന് ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ആദ്യത്തേത്, മെമ്മറി ദാറ്റ് കമ്മ്യൂണിക്കേറ്റ് ഡയറക്ട്ലി വിത്ത് CPU is called മെയിൻ മെമ്മറി. ഓക്കെ, മെമ്മറി ദാറ്റ് കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഡയറക്ട്ലി വിത്ത് CPU. നമ്മൾ പഠിച്ചപ്പോൾ പറഞ്ഞാണ് മെയിൻ മെമ്മറി എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്താണ്? CPU-യുമായിട്ട് നേരിട്ട് ബന്ധപ്പെടുന്നതാണ് എന്തെന്ന് പറയുന്നത് മെയിൻ മെമ്മറി. അതുകൊണ്ടാണ് അതിനെ മെയിൻ മെമ്മറി എന്ന് പറയുന്നത്. അത് തന്നെയാണ് പ്രൈമറി മെമ്മറി എന്ന് പറയുന്നത്. ഓക്കെ, CPU-യുമായിട്ട് നേരിട്ട് ബന്ധപ്പെടും. പ്രൈമറി മെമ്മറി എന്നും മെയിൻ മെമ്മറി എന്നും ഒക്കെ പറയുന്നത് അത് തന്നെയാണ്. അപ്പൊ അതാണ് റാമും റോമും വരുന്നത്. അത് നേരിട്ട് ബന്ധപ്പെടുന്നു. അത് ശരിയാണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, CPU ഹാസ് ഡയറക്റ്റ് ആക്സസ് ടു ഓക്സിലറി മെമ്മറി. CPU-വിന് ഓക്സിലറി മെമ്മറി അല്ലെങ്കിൽ സെക്കൻഡറി മെമ്മറിയുമായിട്ട് നേരിട്ട് ബന്ധമുണ്ട്? ഇല്ല, തെറ്റാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഓക്കെ, ഇത് റോങ് ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്. അടുത്ത ചോദ്യം, അടുത്ത സ്റ്റേറ്റ്മെന്റ്, CPU ഹാസ് ഡയറക്റ്റ് ആക്സസ് ടു ക്യാഷ് മെമ്മറി. ക്യാഷ് മെമ്മറിയെ കുറിച്ച് ഞാൻ ആ ക്ലാസ് എടുത്ത സമയത്ത് വളരെ വിശദമായി പറഞ്ഞാണ്. ക്യാഷ് മെമ്മറി എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിന്റെ മെയിൻ മെമ്മറിക്ക് അകത്തിൽ തന്നെ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിനെ CPU-വിൽ തന്നെ ബിൽഡ് ചെയ്തിരിക്കുന്ന ഒരു മെമ്മറിയാണ്. വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു മെമ്മറിയാണ്. ഓക്കെ, അപ്പോൾ ക്യാഷ് മെമ്മറി എന്ന് പറഞ്ഞാൽ വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു മെമ്മറിയാണ്. CPU-വിന് അകത്ത് തന്നെയുള്ള ഒരു മെമ്മറിയാണ്. ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള മെമ്മറി യൂണിറ്റ് കൂടെയാണ് എന്ത്? ക്യാഷ് മെമ്മറി എന്ന് പറയുന്നത്. എന്നാൽ ചില ചോദ്യ പേപ്പറുകൾക്കകത്തിൽ രജിസ്റ്റർ എന്ന് പറഞ്ഞുകൊണ്ടൊരു സംഭവം വരുന്നുണ്ട്. അതായത് രജിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡേറ്റ സ്റ്റോറേജ് എലമെന്റ് ആണ്. ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഡേറ്റ സ്റ്റോറേജ് എലമെന്റ് ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെ വരുന്ന ചോദ്യങ്ങൾ വരുന്നത് നിങ്ങൾ കുറച്ച് ശ്രദ്ധിച്ച് മാത്രം ആ ചോദ്യങ്ങൾ ആൻസർ ചെയ്യും. ഫാസ്റ്റസ്റ്റ് മെമ്മറി യൂണിറ്റ് എന്ന് പറയുന്നത് ക്യാഷ് ആണ്. എന്നാൽ ഫാസ്റ്റസ്റ്റ് സ്റ്റോറേജ് എലമെന്റ് എന്ന് പറയുന്നത് എന്താണ്? രജിസ്റ്റർ ആണ്. ഓക്കെ, അപ്പോ ഇവിടെ ചോദിച്ചിരിക്കുന്നത് CPU-ല് ഡയറക്റ്റ് ആക്സസ് ഉള്ളത് ക്യാഷ് മെമ്മറി. അപ്പം ഒന്നാമത്തത് ശരിയാണ്, മൂന്നാമത്തും ശരിയാണ്, രണ്ടാമത്തത് തെറ്റാണ്. ഇനി നമ്മുടെ കാര്യം കഴിഞ്ഞില്ല, ഇനിയുമുണ്ട്. ഇവിടെ എന്താ ചോദിച്ചേക്കുന്നത്? എ 1 മാത്രം ശരി അല്ലല്ലോ, 1 3 ശരിയാണ്. അപ്പം എ അല്ല. ബി 1 3 ശരി, കറക്റ്റ് ആണ്. ഇനി അടുത്ത ഓപ്ഷനും കൂടെ ഒന്ന് നോക്കിയേക്കണം. ഓക്കെ,
സി രണ്ടും മൂന്നും എന്തായാലും ശരിയല്ല, കാരണം 2 തെറ്റാ, അപ്പൊ അതുകൊണ്ട് സി അല്ല. ഡി ഓൾ ഓഫ് ദ എബോവ് അല്ല. ഏതാണ് ശരി? ഒന്നും മൂന്നും മാത്രം, അതായത് ഇതും മാത്രമേ ശരിയുള്ളൂ. അപ്പൊ ഇത്തരം ചോദ്യങ്ങളെയാണ് നമ്മൾ സാധാരണ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഈ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ വളരെ ശ്രദ്ധിച്ച് മാത്രം നിങ്ങൾ ആദ്യം ചോദ്യം വളരെ വിശദമായി വായിച്ചു നോക്കി അതിനകത്തിലെ ഏതൊക്കെയാണെന്നുള്ളതിന് നേരെ ടിക്കിടുക. ടിക്കിട്ടതിന് ശേഷം മാത്രം, ഇപ്പൊ ഇവിടെ 1ഉം 3ഉം ആദ്യം ടിക്കിട്ട് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ABCDയിൽ ഏതാണെന്ന് കണ്ടെത്താൻ എളുപ്പമാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ചോദ്യം വളരെ ശ്രദ്ധിച്ച് ഇതിലൊരു ടിക്കറ്റ് വെക്കുക, ഇതിലും ഒരു ടിക്കറ്റ് വെക്കുക, എന്നിട്ട് ഇവിടെ ഒരു ഇൻറ്റു ഇട്ട് വെക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തെറ്റാണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ട്. ഓക്കെ, അപ്പൊ എന്നിട്ട് വേണം നിങ്ങൾ ഓപ്ഷനിലേക്ക് പോകാം. അപ്പൊ നിങ്ങൾക്ക് ബി എന്നുള്ള ഓപ്ഷൻ പെട്ടെന്ന് എത്താൻ. അപ്പൊ 15ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ബി. ഓക്കെ, ആൻസർ കെയിൽ ബി ആണ് കറക്റ്റ്. അടുത്ത ചോദ്യം, ഇൻ ആൻ ഇമെയിൽ the CC stands for. വളരെ എളുപ്പമാണ്. CC എന്ന് പറഞ്ഞാൽ എന്താണ്? കാർബൺ കോപ്പി എന്നാണ് പറയുന്നത്. അപ്പൊ BCC ബ്ലൈൻഡ് കാർബൺ കോപ്പി എന്ന്. ബ്ലൈൻഡ് കാർബൺ കോപ്പി. ഇതെന്താണ് ഈ CCയും BCC എന്ന് പറയുന്നത്? നമ്മളിപ്പോ ഒരാൾക്ക് മെയിൽ അയക്കുന്നു, അത് തന്നെ അതേ മെയില് തന്നെ വേറൊരാൾക്ക് കൂടെ പോകണമെങ്കിൽ നമ്മൾ സാധാരണഗതിയിൽ എന്ത് ചെയ്താൽ മതി? ഒരു ഫോം ഇട്ട് ഒന്നിലധികം പേർക്ക് അയക്കും. അതല്ലെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? CC എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ് നമ്മുടെ മെയിലിൽ തന്നെ, ജിമെയിലിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം CC എന്ന് പറഞ്ഞാൽ കാർബൺ കോപ്പി. നമ്മൾ ടൈപ്പ് റൈറ്ററിലൊക്കെ ഒരു പേപ്പർ വെച്ചിട്ട് അതിനടിയിലേക്ക് ഒരു കാർബൺ പേപ്പർ വെച്ച് വീണ്ടും അതിന് താഴെ ഒരു പേപ്പർ വെച്ചാൽ എന്താണ് വരുന്നതെന്ന് നമുക്ക് ടൈപ്പ് റൈറ്റിംഗ് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം. എന്താണ്? നമുക്ക് അതിന്റെ കാർബൺ കോപ്പി കിട്ടും. അത് തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. എന്താണ്? ഇമെയിലിൽ CC ഉപയോഗിക്കുന്നത്. ഇനി അടുത്തൊരു CC ആണ് BCC. ഈ CCയും BCCയും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. അതായത് CC വെച്ച് കഴിഞ്ഞാൽ CC വെച്ച എല്ലാവർക്കും ആർക്കൊക്കെയാണ് അയച്ചതെന്ന് അറിയാൻ പറ്റും. ഇപ്പൊ ഞാൻ A എന്നൊരാള് വെച്ചിട്ട് Bക്ക് CC വെച്ചു. അപ്പം Bക്കും Aക്കും അറിയാം ഈ ലെറ്റർ ഞങ്ങൾക്ക് രണ്ടുപേർക്കും വന്നിട്ടുണ്ട്. എന്നാൽ ഞാൻ BCC വെക്കുകയാണ്, അതായത് ബ്ലൈൻഡ് കാർബൺ കോപ്പി വെക്കുകയാണ്, എക്ക് വെച്ചു, എന്നിട്ട് BCC എക്ക് ലെറ്റർ അയക്കുന്നു, Bക്ക് CC വെക്കുന്നു, Cക്ക് BCC വെക്കുന്നു. ഇപ്പൊ Cക്ക് BCC വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം Aക്കും Bക്കും അറിയാൻ പറ്റത്തില്ല. അതാണ് BCCയുടെ പ്രത്യേകത. ഓക്കെ, ബ്ലൈൻഡ് കാർബൺ കോപ്പി. നമ്മൾ രഹസ്യമായിട്ട് ഈ രണ്ടുപേരും അറിയാതെ വേറൊരാൾക്ക് ഒരു കത്ത് അയച്ചു കൊടുക്കണം, ഇതേ സാധനം അയക്കുന്നതിന്റെ ഒരു കോപ്പി അയച്ചു കൊടുക്കണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കുന്നതാണ് BCC അല്ലെങ്കിൽ ബ്ലൈൻഡ് കാർബൺ. ഓക്കെ, 16 ചോദ്യത്തിന്റെ ആൻസർ A ആണ്. 16 ചോദ്യത്തിന്റെ ആൻസർ A. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 17. Which among the following is not an input device? ഇൻപുട്ട് ഡിവൈസുകളെ കുറിച്ചും ഔട്ട്പുട്ട് ഡിവൈസുകളെ കുറിച്ചും നിങ്ങൾക്ക് ഒരു വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം. കുറെ എണ്ണത്തിന്റെയൊക്കെ പിക്ചറൊക്കെ കാണിച്ച് ഞാൻ അതിനകത്ത് ക്ലാസ് ഒക്കെ എടുത്ത സമയത്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ ഇൻപുട്ട് ഡിവൈസ് ഇവിടെ ചോദിച്ചിരിക്കുന്ന ഗ്രാഫിക് ടാബ്ലറ്റ് ഇൻപുട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഗ്രാഫിക് ടാബ്ലറ്റ്, സ്കാനർ, ബയോമെട്രിക് സെൻസർ. ഓക്കെ, അപ്പൊ ഇത് മൂന്നും എന്താണ്? ഇൻപുട്ടാണ്. ഗ്രാഫിക് ടാബ്ലറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഡ്രോയിങ് ഒക്കെ വരയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ഗ്രാഫിക് ടാബ്ലറ്റ്. അതായത് നമുക്ക് ഈ ഇപ്പോ ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ടീച്ചർമാരൊക്കെ കൂടുതലായിട്ട് ഉപയോഗിച്ചൊരു സാധനമാണ്. അതായത് വരയ്ക്കുന്ന മാത്സ് ഒക്കെ പഠിപ്പിക്കുന്നവർക്ക് ഈ സാധനം കണക്ട് ചെയ്തിട്ട് വരച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് വരയ്ക്കാൻ പറ്റും. അതാണ് ഗ്രാഫിക് ടാബ്ലറ്റ്. സ്കാനർ എന്തായാലും നമുക്കറിയാം എന്താണ്? ഇൻപുട്ട് ഡിവൈസ് ആണ് സ്കാനർ. ബയോമെട്രിക് സെൻസർ നമ്മൾ അങ്ങോട്ടാണ് വിവരങ്ങൾ കൊടുക്കുന്നത്, നമുക്ക് ഇങ്ങോട്ട് വിവരങ്ങൾ തരുന്നതല്ല, അങ്ങോട്ട് കൊടുക്കുന്നത്. ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ അകത്തേക്ക് കൊടുക്കുന്നത്. എന്നാൽ ഫ്ലാറ്റ് ബെഡ് പ്ലോട്ടർ, പ്ലോട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് ഔട്ട്പുട്ട് തരുന്ന ഒരു ഡിവൈസാണ്. ഈ പ്ലോട്ടറിനെ കുറിച്ച് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഗ്രാഫിക് പ്ലോട്ടർ. ഓക്കെ, പ്ലോട്ടർ എന്ന് പറഞ്ഞാൽ ഹൈ എൻഡ് ഗ്രാഫിക്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. നമ്മളെ
വാഹനങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന സ്റ്റിക്കറുകൾ അതുപോലുള്ള പ്രത്യേക തരത്തിലുള്ള ഹൈ എൻഡ് ഗ്രാഫിക്സ് ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് പ്ലോട്ടറുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ പ്ലോട്ടറും ടാബ്ലറ്റും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. പിക്ചർ ഇതാണ് പ്ലോട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ഹൈ ക്വാളിറ്റി ഗ്രാഫിക്സ് ഇമേജുകൾ ഒക്കെ ഉണ്ടാക്കാനും വേണ്ടി ഉപയോഗിക്കുന്ന സംഭവമാണ് ഈ പ്ലോട്ടർ എന്ന് പറയുന്നത്. ഇതെന്താണ്? ഔട്ട്പുട്ടാണ്, പ്രിന്റ് ചെയ്തെടുക്കുന്നതാണ്. ഓക്കെ, ഇനി ഗ്രാഫിക് ടാബ്ലറ്റും കൂടെ ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പൊ അതിന് കൂടെ സാധാരണ ഇതൊരു പെന്നൊക്കെ വരാറുണ്ട്. ഇതാണ് ഗ്രാഫിക് ടാബ്ലറ്റ്. നമുക്ക് ഡ്രോയിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. വാക്കോം എന്നൊക്കെ പറയുന്നതാണല്ലോ. ഇതുപോലെ തന്നെ പിക്ചർ നിങ്ങൾക്ക് വരച്ചെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ അതാണ് ഗ്രാഫിക് ടാബ്ലറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സംഭവം മനസ്സിലായല്ലോ. ഇപ്പൊ ഗ്രാഫിക് ടാബ്ലറ്റ് എന്ന് പറയുന്ന ഇൻപുട്ട് ആണ്, സ്കാനർ എന്ന് പറഞ്ഞ ഇൻപുട്ട് ആണ്, ബയോമെട്രിക് സെൻസർ എല്ലാവരും അറിയാം, പഞ്ചിങ് ഒക്കെ ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്നതാണ് ബയോമെട്രിക് സെൻസർ. ഓക്കെ, ഇല്ലെങ്കിൽ നമ്മുടെ ഫോണിലും ഉണ്ട്. ഇതാണ് നമ്മുടെ ഫോണിലെ പഞ്ചിങ്, നമ്മുടെ ഫിംഗർ പ്രിന്റ് സെൻസർ. ഓക്കെ, ഐ സെൻസർ, ഇതൊക്കെ എന്താണ്? ബയോമെട്രിക് സെൻസറുകളാണ്. ഓക്കെ, അപ്പൊ അതെല്ലാം ഇൻപുട്ടാണ്. ഔട്ട്പുട്ട് ആയിട്ട് വരുന്ന ഈ ഒരെണ്ണം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഏതാണ്? ഫ്ലാറ്റ് ബെഡ് പ്ലോട്ടർ. ഓക്കെ, അപ്പോ 17ാമത്തെ ചോദ്യം ആൻസർ കീയിലും സി തന്നെയാണ്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 18ാമത്തെ ചോദ്യം. അടുത്തതും സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. ഈ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. വളരെ സിമ്പിൾ ആയിട്ട് ഒന്ന് വായിച്ചു നോക്കിയാൽ അത് വളരെ സിമ്പിൾ ആണ് ഈ സാധനം. സ്റ്റേറ്റ്മെന്റ് 1. ഇൻ ആൻ ഇന്റർനെറ്റ് ഫോറം ഈച്ച് ഡിസ്കഷൻ ഓൺ എ ടോപ്പിക് ഈസ് കാൾഡ് ത്രെഡ്. രണ്ടാമത്തത്, Twitter.com is a popular microblogging site which allow users to exchange short sentences, images or videos. ഇപ്പൊ ഇതില് രണ്ടാമത്തത് നിങ്ങൾക്ക് എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ പറ്റും. കാരണം ഒരുമാതിരി എല്ലാവർക്കും അറിയാം, ട്വിറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ബ്ലോഗിങ് സൈറ്റ് ആണ്, മൈക്രോ ബ്ലോഗിങ് സൈറ്റ് ആണ്. അപ്പൊ ഈ ട്വിറ്ററിനകത്ത് നമുക്ക് ചെറിയ മെസ്സേജുകൾ ട്വീറ്റ് ചെയ്യാൻ പറ്റും. അതായത് ചെറിയ മെസ്സേജുകൾ, മൈക്രോ ബ്ലോഗിങ്, അതുകൊണ്ട് അതിന്റെ പേര് തന്നെ മൈക്രോ ബ്ലോഗിങ്. ഓക്കെ, ബ്ലോഗുകൾ എന്ന് പറയുന്നത് നമുക്ക് എന്തെങ്കിലും മറ്റൊരാളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്വതന്ത്ര രചന മാധ്യമമാണ് ഇത് ബ്ലോഗുകൾ എന്ന് പറയുന്നത്. അപ്പൊ അതില് ഇപ്പം ഒന്നാണ് എന്തെന്ന് പറയുന്നത്? ട്വിറ്റർ എന്ന് പറയുന്നത്. ഇപ്പൊ ട്വിറ്ററിനകത്തിൽ ഒരു മൈക്രോ ബ്ലോഗിങ് എന്നാണ് ഈ ട്വിറ്ററിനെ അറിയപ്പെടുന്നത്. അപ്പൊ അതിൽ കൂടെ എന്തൊക്കെ എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും? ചെറിയ സെന്റൻസുകൾ, ഇമേജുകൾ, വീഡിയോകളൊക്കെ എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ ചെറിയൊരു ധാരണ ഉണ്ടാകണം. ഈ ട്വിറ്റർ എന്ന് പറഞ്ഞാൽ മെസ്സേജുകൾ ഷെയർ ചെയ്യാനായിട്ടാണ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത്. എന്നാൽ ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്ന ഫോട്ടോ ഷെയർ ചെയ്യാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. റീൽസ് എന്ന് പറയുന്ന വീഡിയോ ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, പിന്നെ ഫേസ്ബുക്ക് എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ടൊരു സോഷ്യൽ മീഡിയ ആണ്. ഓക്കെ, ഇനി ഫോറങ്ങൾ എന്ന് പറയുന്ന സംഭവം, അതായത് കൂട്ടായിട്ടുള്ള ചർച്ചകളൊക്കെ ചെയ്യാൻ പറ്റുന്ന സ്ഥലത്തിനെയാണ് എന്താ പറയുന്നത്? ഫോറം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിനെക്കുറിച്ചാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്. ഇപ്പം ചർച്ചകളിൽ അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഡിസ്കഷൻ ടോപ്പിക്കിന് ത്രെഡ് എന്ന് പറയുന്നു. അപ്പൊ അത് കറക്റ്റാണ് 18ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ. ഓക്കെ, എന്താണ്? ഇന്റർനെറ്റ് ഫോറത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കിന്റെ പേര് ത്രെഡ് എന്നാണ്. അതുപോലെ തന്നെ ട്വിറ്റർ ഉപയോഗിച്ച് നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ എന്തൊക്കെ പറ്റും? ഇമേജുകളും വീഡിയോകളും ഒക്കെ എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോ ഇവിടുത്തെ ആൻസർ, ഇനി ഇതും ശരിയാണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ടും ടിക്ക് ചെയ്ത് വെക്കും. 1ഉം 2ഉം ശരിയാണ്. അപ്പൊ ആദ്യത്തേതല്ല, 1 മാത്രമേ ഉള്ളൂ ശരിയല്ല, 2 മാത്രം അതല്ല ശരിയല്ല, മൂന്നാമത്തത് കറക്റ്റ് ആയി. എന്ത്? ബോത്ത് 1 and 2, നൺ ഓഫ് ദ എബോവ് എന്നുള്ളതും അല്ല. അപ്പൊ ഇവിടെ ഇതും ടിക്ക് ചെയ്ത് വെച്ചാൽ എനിക്ക് എളുപ്പമാണ് ഏതിലേക്ക് എഴുതാം? സി എന്ന ആൻസർ എഴുതാൻ പറ്റും. 18ന്റെ ആൻസർ സി ആണ്. ഓക്കെ, അപ്പൊ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഇങ്ങനെയാണ്. ഏതൊക്കെ സ്റ്റേറ്റ്മെന്റുകൾ ഉണ്ടെന്ന് വെച്ചാൽ അതിനെല്ലാം നിങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് ആദ്യം മാർക്ക് ചെയ്യുക, എന്നിട്ട് അതിന്റെ ഓപ്ഷനിലേക്ക് വരിക. അടുത്തത്,
Which among the following is not a web browser? നമ്മൾ പഠിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിച്ചിരിക്കേണ്ട രണ്ട് സാധനങ്ങളാണ്. ഒന്ന് ബ്രൗസർ, ഓക്കെ, ബ്രൗസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സാധനം. മറ്റൊന്ന് സെർച്ച് എഞ്ചിൻ, സെർച്ച് എഞ്ചിൻ. ഇത് രണ്ടും തമ്മിൽ ഒരിക്കലും നിങ്ങൾ തെറ്റിപ്പോകരുത്, തെറ്റിപ്പോകാൻ സാധ്യത കൂടുതലാണ്. സെർച്ച് എഞ്ചിൻ ഏതാണ്? ഗൂഗിള് സെർച്ച് എഞ്ചിനാണ്. ഓക്കെ, ഗൂഗിള് സെർച്ച് എഞ്ചിനാണ്. യാഹു സെർച്ച് എഞ്ചിനാണ്. ബിങ് സെർച്ച് എഞ്ചിനാണ്. ഓക്കെ, ഇത് മൂന്നും എന്താണ്? സെർച്ച് എഞ്ചിനാണ്. ഗൂഗിളിന്റെ തന്നെ ക്രോം എന്ന് പറയുന്നത് എന്താണ്? വെബ് ബ്രൗസർ ആണ്. ഓക്കെ, ഞാനിപ്പോ ഇവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഗൂഗിളിന്റെ ബ്രൗസറായ ഗൂഗിൾ ക്രോം ആണ്. അത് ഉപയോഗിച്ച് തന്നെ എനിക്കൊരു പ്രത്യേക കാര്യം തിരയണമെങ്കിൽ ഞാൻ ഉപയോഗിക്കുന്നതാണ് ഗൂഗിളിന്റെ സൈറ്റ്. ഗൂഗിൾ എന്ന് പറയുന്ന പേരന്റ് കമ്പനിയുടെ തന്നെ രണ്ട് പ്രൊഡക്റ്റ് ആണ്, ഗൂഗിൾ ക്രോമും ഗൂഗിൾ സെർച്ച് എഞ്ചിൻ. ഓക്കെ, ഗൂഗിൾ ക്രോം എന്ന് പറയുന്ന ബ്രൗസറും ഗൂഗിൾ എന്ന് പറയുന്നത് സെർച്ച് എഞ്ചിനുമാണ്. ഓക്കെ, ഗൂഗിൾ ക്രോം എന്ന് പറയുന്ന ബ്രൗസറും ഗൂഗിൾ എന്ന് പറയുന്ന സെർച്ച് എഞ്ചിനും. ഇനി ആപ്പിൾ എന്ന് പറഞ്ഞ കമ്പനിയുടെ ബ്രൗസറാണ് സഫാരി. ഓക്കെ, ആപ്പിളിന്റെ ബ്രൗസറാണ് സഫാരി. മറ്റൊരു ബ്രൗസറാണ് ഒപ്പേറ. ഓക്കെ, വേറെ എന്തുണ്ട്? മൊബൈലിനകത്തിലൊക്കെ ഉപയോഗിക്കുന്ന UC എന്ന് പറഞ്ഞൊരു ബ്രൗസർ. പിന്നെ മോസില എന്ന് പറഞ്ഞ കമ്പനിയുടെ ഫയർഫോക്സ് എന്ന് പറഞ്ഞ സാധനം. ഓക്കെ, ഫയർഫോക്സ്. ഇനി എന്തുണ്ട്? മൈക്രോസോഫ്റ്റിന്റെ തന്നെ എഡ്ജ് എന്ന് പറയുന്ന ഒരു സാധനമാണ്, EDGE. ഇനി മൈക്രോസോഫ്റ്റിന്റെ പഴയ ബ്രൗസർ ഉണ്ട്, അതിന്റെ പേരെന്താണ്? ഇന്റർനെറ്റ് എക്സ്പ്ലോറർ. ഇന്റർനെറ്റ് എക്സ്പ്ലോറർ. അപ്പൊ ഇത് തമ്മിൽ നിങ്ങൾ തെറ്റിപ്പോകരുത്. ഇവിടെ എന്താണ് തന്നിരിക്കുന്നത്? ഒപ്പേറ ബ്രൗസറാണ്, ഫയർഫോക്സ് ബ്രൗസറാണ്, സഫാരി ബ്രൗസറാണ്. ഗൂഗിൾ സെർച്ച് എഞ്ചിനാണ്. ഗൂഗിൾ ക്രോം ആയിരുന്നെങ്കിൽ വെബ് ബ്രൗസറായി. അപ്പൊ ഇവിടുത്തെ ആൻസർ ഏതാണ്? ഗൂഗിൾ ആണ്. ഗൂഗിൾ വെബ് ബ്രൗസർ അല്ല, പകരം സെർച്ച് എഞ്ചിൻ. ഓക്കെ, വീണ്ടും അടുത്ത ചോദ്യത്തിലേക്ക് നിങ്ങൾ നോക്കൂ. ഈ ചോദ്യം പഠിച്ച ആൾക്ക് അടുത്ത ചോദ്യം എളുപ്പമാണ്. ആദ്യം ചോദിച്ചത് വെബ് ബ്രൗസർ ആണ്, അടുത്ത ചോദ്യം ചോദിച്ചേക്കുന്നത് സെർച്ച് എഞ്ചിനാണ്. അപ്പം 19ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ നമ്മുടെ ആൻസർ കീയിൽ ഡി, ഗൂഗിൾ എന്നുള്ളതാണ്. 20ാമത്തെ ചോദ്യം, വൺ ഓഫ് ദ മോസ്റ്റ് പോപ്പുലർ വെബ് സെർച്ച് എഞ്ചിൻ. സെർച്ച് എഞ്ചിൻ. ഇപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞു, സെർച്ച് എഞ്ചിന്റെ പേര് പറഞ്ഞാൽ ബിങ്. ഗൂഗിൾ പോലെ തന്നെയുള്ള ഒരു സെർച്ച് എഞ്ചിനാണ് ബിങ്. ഇത് ഏത് കമ്പനിയുടെയാണ്? മൈക്രോസോഫ്റ്റിന്റെ ആണ് ബിങ്. ഓക്കെ, മൈക്രോസോഫ്റ്റിന്റെ ബിങ്. ഇനി ബാക്കി തന്നേക്കുന്ന എല്ലാം എന്താണെന്നൊന്ന് നോക്കിക്കേ, എളുപ്പം നിങ്ങൾക്ക് മനസ്സിലായി. AVG, നോർട്ടൺ, മക്കഫേ, ഇത് മൂന്നും ആന്റിവൈറസ് സോഫ്റ്റ്വെയറുകളാണ്. ഓക്കെ, ഇപ്പൊ AVG, നോർട്ടൺ, മക്കഫേ ഇതെല്ലാം അവാസ്റ്റ്. ഓക്കെ, അപ്പൊ ഇതെല്ലാം ക്വിക്കില് ഇതെല്ലാം ആന്റിവൈറസ് സോഫ്റ്റ്വെയറുകളാണ്. അപ്പം ഇവിടെ തന്നിരിക്കുന്നത് ബിങ് മാത്രമേ ഉള്ളൂ സെർച്ച് എഞ്ചിൻ. അപ്പം നമുക്ക് ഈ ടെക്നിക്കൽ ടേംസുമായിട്ട് ഒരു ബന്ധമുണ്ടെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് എഴുതാം. ബിങ് എന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റിന്റെ സെർച്ച് എഞ്ചിൻ. ഓക്കെ, വീണ്ടും അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ വീണ്ടും ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ. Some statement about Unicode are given below. നമ്മുടെ സിലബസിനകത്തിലെ ഒരു ടോപ്പിക്കാണ് യൂണിക്കോഡ്. നമ്മൾ വളരെ കുറച്ച് റെഫർ ചെയ്യുന്ന അല്ലെങ്കിൽ വളരെ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ള ഒരു ഭാഗമാണ് യൂണിക്കോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വന്നിരിക്കുന്ന ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയി നിങ്ങൾ കരുതുക. കാരണം വളരെ റെയർ ആയിട്ട് ഈ മേഖലയിൽ ചോദ്യങ്ങൾ വരാറുണ്ട്.
അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് റിപ്പീറ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യത അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വീണ്ടും ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ എന്താണ് ഈ യൂണീക് കോഡ് എന്ന് പറയുന്നത്? നമുക്ക് ആസ്കി കോഡ് എന്ന് പറഞ്ഞൊരു സാധനം, അതായത് അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച്. അതുപോലെ തന്നെ ഇസ്കി എന്ന് പറയുന്ന ഒരു കോഡുണ്ട്, ASCII, അതായത് അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച്, അതാണ് ആസ്കി. ഇതാണ് ലോകവ്യാപകമായി ഒരു കാലഘട്ടത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കോഡ്. അപ്പൊ ഈ കോഡ് പൂർണ്ണമായിട്ട് ഇംഗ്ലീഷ് ഭാഷയിൽ എഴുതുന്ന കാര്യങ്ങളെ കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന ബൈനറി ഭാഷയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു പ്രത്യേക കോഡാണ് ആസ്കി എന്ന് പറയുന്ന കോഡ്. അതായത് നമ്മൾ ഇംഗ്ലീഷ് ഭാഷയിൽ ടൈപ്പ് ചെയ്തതിനെ ആസ്കിയിലേക്ക് കൺവേർട്ട് ചെയ്തതിന് ശേഷമാണ് ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോ കമ്പ്യൂട്ടറിന് ഒരു ലിമിറ്റേഷൻ വന്നു. അതാണ് എന്ത്? കമ്പ്യൂട്ടർ ഭാഷകൾ മാത്രമേ ഉണ്ടാകൂ, കമ്പ്യൂട്ടറിന് ഇംഗ്ലീഷ് ഭാഷ മാത്രമേ ഉപയോഗിക്കാൻ കഴിയുള്ളായിരുന്നു. അപ്പോൾ കമ്പ്യൂട്ടർ എല്ലാ രാജ്യങ്ങളിലും ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ ഇത് ബുദ്ധിമുട്ടായി. അപ്പൊ എന്ത് ചെയ്തു? അവരവരുടെ രാജ്യത്തിന് വേണ്ടി ചില കോഡുകളൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പൊ അങ്ങനെ ഇന്ത്യ, നമ്മുടെ രാജ്യം ഉണ്ടാക്കിയ ഒരു കോഡാണ് ഇസ്കി, അതായത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച്. ഇതുപയോഗിച്ച് നമുക്ക് ഇന്ത്യൻ ഭാഷകൾ, അതായത് നമുക്ക് മലയാളം അടക്കമുള്ള മലയാളം, ഹിന്ദി, ഇംഗ്ലീഷ്, തമിഴ്, തെലുങ്ക് ഒക്കെ ഭാഷകൾ ടൈപ്പ് ചെയ്യാൻ നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് തന്നെ ഒരു പ്രത്യേക ഒരു സ്ഥാപനം ഉണ്ടായിരുന്നു, സീഡാക് എന്നാണ് അതിന്റെ പേര്, സെന്റർ ഫോർ ഡെവലപ്പിംഗ് അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിംഗ്. അവര് പ്രത്യേക കീ കോഡൊക്കെ ഉണ്ടാക്കി ഇന്ത്യയിലെ ഏത് ഭാഷകളും ടൈപ്പ് ചെയ്യാനുള്ള രീതിയിലുള്ള പ്രത്യേക സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കി. ഓക്കെ, അപ്പൊ ആദ്യകാലത്ത് നമ്മൾ ഈ മലയാളം ടൈപ്പ് ചെയ്യാനൊക്കെ ആ ഒരു സാധനമാണ് ഉപയോഗിച്ചുകൊണ്ട്, ഐലീപ്പ് എന്നൊക്കെയായിരുന്നു അതിന്റെ പേര്, ISM ഐലീപ്പ് എന്നൊക്കെ പറഞ്ഞ സാധനം. അപ്പൊ ഇങ്ങനെ ലോകത്ത് പല ഭാഷകൾ വന്നു കഴിഞ്ഞപ്പോൾ വലിയ ബുദ്ധിമുട്ടായി, എല്ലാത്തിനും കൂടെ ഒരു ഏകീകൃതമായ ഒരു കോഡില്ലാത്ത അവസ്ഥ. അപ്പോ ലോകത്തുള്ള എല്ലാ പ്രധാനപ്പെട്ട കമ്പനികളും പ്രധാനപ്പെട്ട രാജ്യങ്ങളും ഒക്കെ ചേർന്ന് ഒരു യൂണിവേഴ്സൽ കോഡ്, എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന ഒരു കോഡ് ഉണ്ടാക്കാൻ. അതിന്റെ പേരാണ് എന്ത്? യൂണീക് കോഡ്. ഓക്കെ, അപ്പൊ ഈ യൂണീക് കോഡ് ഈസ് ഡെവലപ്ഡ് ആൻഡ് മെയിൻറ്റൈൻഡ് ബൈ യാഹു. ഈ ഇവിടെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റുകൾ നോക്കൂ. യൂണീക് കോഡ് ഈസ് ഡെവലപ്ഡ് ആൻഡ് മെയിൻറ്റൈൻഡ് ബൈ യാഹു. ഓക്കെ, which of the above statement is or false എന്നാണ് ഇവിടെ തന്നിരിക്കുന്നത്. നിങ്ങൾ ഈ ചോദ്യം കൂടെ, ഇവിടെ ഒരു ക്വസ്റ്റ്യൻ വരും, സ്റ്റേറ്റ്മെന്റിന് ശേഷം വരുന്ന ക്വസ്റ്റ്യൻ, അതുകൂടെ ഒന്ന് ശ്രദ്ധിക്കണം. ഇവിടെ ചോദിച്ചിരിക്കുന്നത് കറക്റ്റ് ഏതെന്നല്ല, തെറ്റേതെന്നാണ് ചോദിച്ചത്. ഓക്കെ, അപ്പൊ യാഹു ആണ് ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് അത് പിന്നീട് നോക്കാം. ഞാൻ പറഞ്ഞല്ലോ എന്താണ്, യാഹു മാത്രമല്ല കുറെ കമ്പനിക്കാരാണ്. അപ്പൊ എന്തായാലും ഇത് തെറ്റായിരിക്കും എന്നുള്ള ഒരു ഉറപ്പ് കിട്ടും. ഓക്കെ, അടുത്തത് യൂണിക്കോഡ് ക്യാൻ റെപ്രസെന്റ് ഓൾ ക്യാരക്ടേഴ്സ് റിട്ടൺ ഇൻ ഓൾ ലാംഗ്വേജസ് ഓഫ് വേൾഡ്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞതിന്റെ സാരം. എന്താണ്? ലോകത്തുള്ള എല്ലാ ഭാഷകളും സിംബലുകളും എല്ലാം എഴുതാൻ പറ്റുന്നതാണ് യൂണിക്കോഡിന്റെ പ്രത്യേകത. ഇനി അടുത്ത, a 16-bit Unicode can represent up to 65,536 characters. അതും കറക്റ്റാണ്. ഓക്കെ, അപ്പം 2ഉം 3ഉം ശരിയാണ്. അപ്പം ഒന്നാമത്തത് തെറ്റാണ്. ഇനി നമുക്ക് ജസ്റ്റ് യൂണിക്കോഡിനെ കുറിച്ച് ഉള്ള കുറച്ച് കാര്യങ്ങൾ കൂടെ ഒന്ന് നോക്കിയിട്ട് നമുക്ക് ഇതിന്റെ ആൻസറിലേക്ക് പൂർണ്ണമായും വരാം. Unicode. Unicode
Formally, the Unicode standard is an information technology standard for consistent encoding, representation, handling text expressed in most of the world's writing system. Okay, ഏകദേശം മനസ്സിലാകുന്നുണ്ട്. ലോകത്തുള്ള എല്ലാ എഴുത്തുകളെയും റൈറ്റിംഗ് സിസ്റ്റത്തിനെയും ഉൾക്കൊള്ളുന്നതാണ് എന്ത്? യൂണിക്കോഡ്. ഇനി എഴുത്തുകൾ മാത്രമല്ല, characters covering 161 modern historic scripts as well as symbols, thousands of emojis and non-visual controlling formatting codes. അപ്പൊ ഇമോജികൾ ഉൾപ്പെടെ പലതരം സംഭവങ്ങൾ ഇതിനകത്ത് ഉണ്ട്. ഓക്കെ, ഇനി origin and development. ഇത് എന്നാണ് ഉണ്ടായത്? Unicode has an explicit aim of transcending the limitation of traditional character encoding. ഞാൻ അതിന്റെ സമ്മറി ആയിട്ടുള്ള കാര്യങ്ങളൊന്ന് പറയാം. History. Based on Xerox character code since 1980. Okay. 1980 മുതൽ ഇതിന് ശ്രമിക്കുന്നു. വൈഡ് ബോഡി ആസ്കി എന്ന് പറയുന്ന 16 ബിറ്റ് ക്യാരക്ടറിന് ശേഷം യൂണിക്കോഡ് ഉണ്ടായി. ഓക്കെ, ഇനി യൂണിക്കോഡ് ആരാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? യൂണിക്കോഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഒരു കൺസോർഷ്യമാണ്. അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ, പ്രോഫിറ്റ് ആഗ്രഹിക്കാത്ത ഒരു ഓർഗനൈസേഷൻ. അവിടെ ആരൊക്കെയുണ്ട്? അഡോബ് ഉണ്ട്, ആപ്പിൾ ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, ഗൂഗിൾ ഉണ്ട്, IBM ഉണ്ട്, മൈക്രോസോഫ്റ്റ് ഉണ്ട്, നെറ്റ്ഫ്ലിക്സ് ഉണ്ട്, സാപ്പ് ഉണ്ട്. ഓക്കെ, ഈ പറഞ്ഞതിനകത്തിൽ യാഹൂ വന്നായിരുന്നോ? ഇല്ല. ഓക്കെ, അപ്പോ ആരൊക്കെയാണ്? അഡോബ്, ആപ്പിള്, ഫേസ്ബുക്ക്, ഗൂഗിള്, IBM, നെറ്റ്ഫ്ലിക്സ്, സാപ്പ്, ഇവരെല്ലാം ചേർന്നാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ വെർഷനെ കുറിച്ചുകൂടെ ചെറുതായിട്ടൊന്ന് പറയാം. UTF, അതായത് യൂണിക്കോഡ് ട്രൂ ഫോൺ സിസ്റ്റം എന്നാണ് എൻ്റെ പേര്. യൂണിക്കോഡിന്റെ 3 വെർഷനുകൾ, അതാണ് ഞാൻ ഈ പറയുന്നത്. UTF 8, UTF 16, UTF 32. ഓക്കെ, അപ്പം യൂണിക്കോഡിന് 3 വെർഷനുകളുണ്ട്. The main difference between UTF 8, UTF 16 and UTF 32 is how many bytes it requires for representing character. Okay, അപ്പൊ അതിൽ ഓരോന്നിലും എത്ര ബൈറ്റ് ക്യാരക്ടർ വേണം എന്നുള്ളതാണ്. അപ്പം യൂണിക്കോഡിന് എത്ര വെർഷൻ ഉണ്ടെന്ന് മനസ്സിലായി? 3 വെർഷൻ ഉണ്ട് എന്നുള്ളത് മനസ്സിലായി. ഓക്കെ, യൂണിക്കോഡിന്റെ വെർഷനാണ് 3 വെർഷൻ. ഓക്കെ, അതിന്റെ ജസ്റ്റ് അതിന്റെ സ്റ്റോറേജും കൂടെ നമുക്ക് പറയാം.
അതായത് യൂണിക്കോഡിന് എത്ര വരെയുള്ള ക്യാരക്ടേഴ്സിനെ റെപ്രസെന്റ് ചെയ്യാം എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഈ യൂണിക്കോഡിന്റെ 15 വേർഷൻ അനുസരിച്ച് 1,49,186 ക്യാരക്ടേഴ്സിനെ വരെ റെപ്രസെന്റ് ചെയ്യും. ഓക്കെ, ഇവിടെ പറഞ്ഞിരിക്കുന്ന അത് നമുക്ക് എത്രയാണ് 65, അതായത് 16 ബിറ്റ് വെർഷനകത്തിലാണ് എത്ര 65,536 ക്യാരക്ടേഴ്സിനെ വരെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, എന്താണ് ഈ 65,536 എന്നൊന്നുകൂടെ പറയാം. അതായത് 2 raised to 16 ആണ് 65,536 എന്ന്. അതായത് 16 ബിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ബൈനറി നമ്പറുകളെ എല്ലാം എപ്പോഴും റെപ്രസെന്റ് ചെയ്യുന്നത് 2 എന്ന് പറഞ്ഞ ബേസ് ആണ്. അപ്പൊ 2 × 16 പവർ, അതായത് 2 × 2 × 2 എന്ന് 16 പ്രാവശ്യം ഗുണിക്കുമ്പോൾ കിട്ടുന്ന സംഖ്യയാണ് 65,536. അതായത് 16 ബിറ്റ് യൂണിക്കോഡിന് ഇത്രയും സാധനങ്ങളെ വരെ എന്ത് ചെയ്യാൻ പറ്റും, റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അത്രയും സിമ്പൽ ഉള്ള ഒരു ഭാഷയെ വരെ എന്ത് ചെയ്യാൻ പറ്റും, അതിനുള്ളിൽ എൻകോഡ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്കിവിടെ 2 raised to 32 എന്ന് നോക്കാം. 2 raised to 32 ഈക്വൽസ് ടു എത്ര വരുന്നുണ്ട്, ഇത്രയും വരും. ഓക്കെ, അതാണ് 2 raised to 32. ഇത്രയും നമ്മുടെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, അതിന്റെ വേർഷനകത്ത് കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈ 16 ബിറ്റിന്റെ പവർ യൂണിക്കോഡ് എത്രയാണെന്ന് മനസ്സിലാക്കുക. 65,536 എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ചോദ്യത്തിലേക്കും അതിന്റെ ഉത്തരത്തിലേക്കും മടങ്ങി വരാം. എന്താണ്, ഒന്നാമത്തത് തെറ്റാണ്, 2 ഉം 3 ഉം ശരിയാണ്. അപ്പോ ഇവിടെ both 1 and 3 are false. Only 1 is false, only 3 is false. Both 1 and 3 are false. ഇവിടെ ഫാൾസ് ഏത് മാത്രമേ ഉള്ളൂ, ഒന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഏതാണ് ആൻസർ, എ എന്ന് പറയുന്നതാണ് ആൻസർ. ഇപ്പൊ ഇവിടെ നമുക്ക് ഫാൾസ് ആദ്യം നോട്ട് ചെയ്ത് വെച്ചാൽ എളുപ്പമാണ്, ഒന്ന് മാത്രമേ ഉള്ളൂ ഫാൾസ്, അതുകൊണ്ട് എ ആണ് ആൻസർ. 21ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ എ. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോയി. 22. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ കറക്റ്റ്? ഇതും സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. വൈറസ്, ട്രോജൻ ഹോഴ്സസ് ആൻഡ് വേംസ് ആർ എക്സാമ്പിൾ ഓഫ് മാൽവെയർ. ഒന്നാമത്തെ. അടുത്തത്, ആന്റിവൈറസ് സോഫ്റ്റ്വെയർസ് സ്കാൻസ് ദ ഫയൽസ് ആൻഡ് ഡിറ്റക്ട് ദ മലീഷ്യസ് സോഫ്റ്റ്വെയർ. രണ്ടാമത്തെ. മൂന്നാമത്തെ, ക്വാറന്റൈൻ ഈസ് എ സ്പെഷ്യൽ ഏരിയ ഫോർ സ്റ്റോറിംഗ് ഫയൽസ് പ്രോബബ്ലി ഇൻഫെക്റ്റഡ് വിത്ത് വൈറസ്. 3 സ്റ്റേറ്റ്മെന്റുകളാണ് തന്നിരിക്കുന്നത്. 3ഉം എന്തിനെ കുറിച്ചാണ്, വൈറസുകളെ കുറിച്ചാണ്. ഈ വൈറസ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു ഷോർട്ട് ഫോം ആണ്. വൈറ്റൽ ഇൻഫർമേഷൻ റിസോഴ്സ് അണ്ടർ സേജ് എന്ന് പറയുന്ന ഒരു വാക്കിന്റെ ഷോർട്ട് ഫോം ആണ് എന്ത്, വൈറസ് എന്ന് പറയുന്നത്. ഓക്കെ, അല്ലാതെ നമ്മൾ ഈ പറയുന്ന പോലെ എന്താണ് നമ്മുടെ ഫയലിനെ, സിസ്റ്റത്തിനെ കാർന്നു തിന്നുന്ന ഒരു സംഭവമൊന്നുമല്ല. എന്നാൽ അതിന്റെ ഏകദേശം സ്വഭാവമുണ്ട്. ഇപ്പൊ ഈ വൈറസുകൾക്ക് നമ്മൾ പല പല പേരുകളിൽ പറയാറുണ്ട്. ഇപ്പൊ വൈറസ് എന്ന് പറയാറുണ്ട്, പിന്നെന്തെന്ന് പറയാറുണ്ട്, വൈറസിന്റെ ഒരു തരമാണ് എന്തെന്ന് പറയാൻ ട്രോജൻ ഹോഴ്സ്. ഈ ട്രോജൻ ഹോഴ്സ് എന്ന് പറഞ്ഞാൽ ട്രോയില് ഉണ്ടായിരുന്ന പണ്ടൊരു പടക്കുതിരയൊക്കെ കൊണ്ടുപോകുന്നതും അവിടെ വെച്ച് രാത്രിയിൽ അതിനകത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന പടയാളികൾ ആക്രമിക്കുന്നതൊക്കെ ഒരു കഥയുമായി ബന്ധപ്പെട്ടാണ് ട്രോജൻ ഹോഴ്സ് എന്ന് പറയുന്നത്. ട്രോയി യുദ്ധവുമായി ബന്ധപ്പെട്ടാണ്. ഓക്കെ, അപ്പോ അതായത് ഒളിച്ചിരുന്ന് ആക്രമിക്കുക എന്നുള്ളതാണ് ട്രോജൻ ഹോഴ്സിന്റെ ഉദ്ദേശം. വേംസ് എന്ന് പറഞ്ഞാൽ കാർന്ന് തിന്നുക, ഫയലിനെയൊക്കെ പുഴുവിനെ പോലെ അരിച്ചരിച്ച് കയറി എന്ത് ചെയ്യുക, കാർന്ന് തിന്നുക, അതാണ് വേംസ് എന്ന് പറയുന്നത്.
അപ്പൊ ഇതൊക്കെ ഏകദേശം വൈറസിന്റെ സ്വഭാവമുള്ള സാധനങ്ങളാണ്. അപ്പൊ ഇതിനെ എല്ലാം കൂടെ പൊതുവെ പറയുന്ന ഒരു പേരാണ് മാൽവെയർ. ഓക്കെ, മാൽവെയർ. നമ്മൾ ഈ ഭാഗത്ത് ഉപയോഗിക്കുന്ന മറ്റൊരു പേരാണ് സ്പൈവെയർ. ഓക്കെ, സ്പൈവെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒളിച്ചിരുന്നിട്ട് നമ്മുടെ കാര്യങ്ങളെ എന്ത് ചെയ്യുക, മോഷ്ടിച്ച് വേറൊരിടത്തേക്ക് മാറ്റുന്നതാണ് സ്പൈവെയർ എന്ന് പറയുന്നത്. മാൽവെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ എന്ത് ചെയ്യുന്നു, ഫയലുകൾക്ക് നാശം ഉണ്ടാക്കുന്നതാണ് മാൽവെയർ. ഒന്ന് മാൽവെയർ നാശം ഉണ്ടാക്കുന്നു, സ്പൈവെയർ ഒളിച്ചിരുന്ന് നമ്മുടെ രഹസ്യങ്ങൾ ചോർത്തി കൊടുക്കും. ഇപ്പൊ ഈ പറഞ്ഞ വൈറസുകൾ, ട്രോജൻ ഹോഴ്സുകൾ, വേമുകൾ, ഇതിന് പൊതുവെ നമ്മൾ പറയുന്ന പേര് എന്താണ്, മാൽവെയർ എന്നാണ്. ഇപ്പൊ ഈ ഒരു മേഖലയിൽ നമുക്ക് കൃത്യമായിട്ട് ഒരു ഡെഫിനിഷൻ ഒന്നും പലതിനും പറയാൻ പറ്റില്ല. കാരണം ചില വൈറസുകൾ മാൽവെയർ ആയിട്ടും സ്പൈവെയർ ആയിട്ടും പ്രവർത്തിക്കും. ചിലത് ട്രോജൻ ഹോഴ്സുകൾ തന്നെ മാൽവെയർ ആയിട്ടും സ്പൈവെയർ ആയിട്ടും വേംസ് ആയിട്ടും പലതും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രവർത്തിക്കും. എന്നാലും മാൽവെയർ എന്ന് പറയുന്ന ഗണത്തിൽ ഈ മൂന്ന് സാധനങ്ങളെയും പെടുത്താം. വൈറസിനെ പെടുത്താം, ട്രോജൻ ഹോഴ്സിനെ പെടുത്താം, വേംസിനെ പെടുത്താം. ഓക്കെ, അപ്പൊ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്, ഞാൻ ഒരു ടിക്ക് കൊടുത്തു. ഒന്നാമത്തെ ടിക്ക് കൊടുത്തു. രണ്ടാമത്തെ ആന്റിവൈറസ് സോഫ്റ്റ്വെയർ, അതിന്റെ ജോലിയാണല്ലോ എന്ത്, സ്കാൻ ദ ഫയൽ ആൻഡ് ഡിറ്റക്ട് ദ മലീഷ്യസ് സോഫ്റ്റ്വെയർ, അതിനെ കണ്ടുപിടിക്കണം. അതും ശരി, രണ്ടാമത്തെ ശരി. 3, ക്വാറന്റൈൻ. ഈ വാക്ക് പണ്ട് ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് പിന്നെ നമുക്ക് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു വാക്കായിരുന്നു ക്വാറന്റൈൻ. അന്ന് ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ള ഒരു ആന്റിവൈറസിന്റെ പേര് നോർട്ടൺ എന്നായിരുന്നു. ഇപ്പൊ നോർട്ടൺ ഇട്ട് കഴിഞ്ഞാൽ സിസ്റ്റം ഒക്കെ ഭയങ്കരമായിട്ട് സ്ലോ ആവും. അത് സ്കാൻ ചെയ്യാൻ കുറെ സമയം എടുക്കും. ഒരു ഡോക്ടർ പോലെ ഇങ്ങനെ വന്ന് മെഷീനൊക്കെ ഇങ്ങനെ കാണിച്ച് റെഡ് അടിക്കും, ഗ്രീൻ അടിക്കും, ഇങ്ങനെയൊക്കെ കാണിക്കും. അപ്പൊ അതിനകത്തിൽ അന്നുണ്ടായിരുന്ന ഒരു സംഭവമാണ് ക്വാറന്റൈൻ. അന്ന് ഈ ക്വാറന്റൈൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം നമ്മൾ ഡിക്ഷണറി ഒക്കെ നോക്കിയാണ് കണ്ടുപിടിച്ചത്. ഇപ്പൊ നമുക്ക് കൊറോണ വന്ന ശേഷം എല്ലാവർക്കും അറിയാം ക്വാറന്റൈൻ്റെ അർത്ഥം എന്താണ്. സേഫ് ആയിട്ട് ഒരു സ്ഥലത്ത് നമ്മളെ കൊണ്ടുവന്ന് എന്ത് ചെയ്യുക, മാറ്റി പാർപ്പിക്കുക. അതിനെയാണ് എന്തെന്ന് പറയുന്നത് ക്വാറന്റൈൻ. മറ്റുള്ളവരുമായി സമ്പർക്കത്തിലല്ലാതെ സമ്പർക്ക വിലക്ക് ഏർപ്പെടുത്തുക. അപ്പൊ ഈ ക്വാറന്റൈൻ വരുമ്പോ എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയാം. എന്താണ്, അസുഖമുള്ള ഒരാളിനെ കൊണ്ടുവന്ന് ഒരു പ്രത്യേക സ്ഥലത്ത് കൊണ്ടുപോയി പാർപ്പിച്ചു. അതാണ് എന്ത്, അവര് മറ്റുള്ളവരുമായിട്ട് സമ്പർക്കത്തിൽ വന്നാൽ മാത്രമല്ലേ ഉള്ളൂ പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പൊ അതുകൊണ്ട് അതാണ് ക്വാറന്റൈൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതും ആന്റിവൈറസിന്റെ ഒരു ഭാഗമാണ്. നമ്മുടെ ഏതെങ്കിലും ഒരു ഫയലിന് ഇൻഫെക്റ്റഡ് ആണെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ അതിനെ എന്ത് ചെയ്യും, ക്വാറന്റൈൻ ചെയ്യും. അതായത് ഒരു പ്രത്യേക സ്ഥലത്ത് കൊണ്ട് പാർപ്പിക്കും. ഇപ്പൊ നമ്മള് കൊറോണ പഠിച്ചെന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് ആൾക്കാരെ തള്ളിക്കളയാൻ പറ്റുമോ? ഇല്ലല്ലോ. അതുകൊണ്ട് നമ്മൾ അവരെ എന്ത് ചെയ്തു, ക്വാറന്റൈനിൽ കൊണ്ടു. അപ്പൊ ക്വാറന്റൈനും ഇതിനകത്ത് പെടുന്നതാണ്. അപ്പൊ മൂന്നാമത്തെ വാക്കും ശരിയാണ്. ഓക്കെ, ഇപ്പൊ 22D എന്താണ്, ഓൾ ഓഫ് ദ എബോവ് 1, 2, 3 ആൻഡ് 3 ശരിയാണ്. അപ്പൊ എല്ലാം കറക്റ്റ് ആണ് എന്നുള്ളത് കൊണ്ട് ഏതാണ് ശരി, ഈ മൂന്നാമത്തെ ഡി എന്ന് പറയുന്ന ഉത്തരമാണ് ശരി. ഓക്കെ, അപ്പൊ നിങ്ങൾ എപ്പോഴും സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് വരുമ്പോൾ ഓരോന്നും ശരിയാണോ തെറ്റാണോ എന്ന് നോക്കൂ. എന്നിട്ട് നിങ്ങളുടെ ക്വസ്റ്റ്യൻ കൂടെ വായിച്ചു നോക്കണം. എന്താണ്, കറക്റ്റ് ആണെന്നാണോ റോങ് ആണെന്നാണോ പറഞ്ഞേക്കുന്നത്, അതിനനുസരിച്ച് വേണം നിങ്ങളുടെ ഓപ്ഷൻ എടുക്കാൻ. അപ്പൊ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യന് മിനിമം നിങ്ങളൊരു 1 മിനിറ്റ് എടുക്കണം. അത്രയും സമയം എടുത്ത് വേണം ചെയ്യാൻ. അല്ലാതെ ധൃതി പിടിച്ച് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ചെയ്യുക. ബാക്കിയുള്ളതൊക്കെ നമുക്ക് പെട്ടെന്ന് നോക്കി കഴിയുമ്പോൾ അപ്പൊ തന്നെ ടിക്ക് ചെയ്ത് പെട്ടെന്ന് ഒന്ന് പോകാം. പക്ഷെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യനുകൾ വരുമ്പോൾ നിങ്ങൾ 1 മിനിറ്റ് അതിലേക്കൊന്ന് നോക്കിയ ശേഷം ആൻസർ ചെയ്താൽ നിങ്ങൾക്ക് ലാഭം. അതായത് എന്താണ്, മറ്റു പലരും സ്കിപ്പ് ചെയ്ത് പോകുന്നതായിരിക്കും ഇങ്ങനെയുള്ള സാധനം. അപ്പൊ നിങ്ങൾ അത് ആൻസർ ചെയ്യുമ്പോൾ നിങ്ങളുടെ മാർക്ക് എന്ത് ചെയ്തു, ഒന്ന് കൂടി. ഓക്കെ, പിന്നെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. തെറ്റിപ്പോയാൽ നമുക്ക് എന്ത് ചെയ്യും, 1 മാർക്കും പോകും, പിന്നെ ഒരു മൈനസും കൂടെ പോകും. അപ്പൊ അതുകൊണ്ട് സൂക്ഷിച്ച് വേണം ചെയ്യാൻ, ധൃതി പിടിച്ച് ചെയ്യരുത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 23. 23ാമത്തെ ചോദ്യം, സെലക്ട് ആൻ MS Word ഡോക്യുമെന്റ് ഫ്രം ദ ഫോളോയിങ്. ഇതൊരു ആപ്ലിക്കേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഞാൻ അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ പ്രത്യേകം എടുത്തു പോയത്. കാരണം ഇവിടെ ചോദിച്ചേക്കുന്നത് MS Wordന്റെ ഫയലിന്റെ എക്സ്റ്റൻഷൻ ഏതാണെന്നല്ല ചോദിച്ചേക്കുന്നത്. എന്താണ്, MS Wordന്റെ ഒരു ഫയല് താഴെ നിന്ന് സെലക്ട് ചെയ്യാനാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ എന്ത് വേണം, MS Wordന്റെ എക്സ്റ്റൻഷൻ എന്താണെന്ന് അറിയണം.
MS വേർഡിന് നമ്മൾ പഠിച്ച രണ്ട് എക്സ്റ്റൻഷൻ മെയിൻ ആയിട്ടുണ്ട്. ഒന്നെന്താണ് ഡോക്ക്, മറ്റൊന്ന് എന്താണ് ഡോക്ക് എക്സ്. ഈ രണ്ടും അറിയുന്ന ആൾക്ക് ഇത് ഉത്തരം എളുപ്പമാണ്. എന്ത് താജ്മഹൽ ഡോട്ട് ഡോക്ക് എക്സ് ആണ് ആൻസർ. താജ്മഹൽ ഡോട്ട് JPG എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ഇമേജ് ഫയലാണ്. JPG ആയാലും JPEG ആയാലും ഇമേജ് ഫയലാണ്. MP3 എന്താണ് ഓഡിയോ ഫയലാണ്. MBEG എന്താണ് വീഡിയോ ഫയലാണ്. ഓക്കെ, അപ്പൊ ഫയലിന്റെ എക്സ്റ്റൻഷൻ അറിഞ്ഞിരിക്കുന്ന ആൾക്ക് ഈ ഉത്തരം എളുപ്പമാണ്. കാണുമ്പോൾ വളരെ പാടായിട്ട് തോന്നും, വളരെ സിമ്പിൾ ആണ്. ഓക്കെ, ഏതാണ് എക്സ്റ്റൻഷൻ എന്ന് പഠിച്ചിരുന്നാൽ മതി. ഇവിടെ എന്താണ് ഡോക്ക് എക്സ്. ഉത്തരം ശരി, 23. 1 മാർക്ക് നമുക്ക്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. In MS Word 2007 document, the functional key F7. Okay. F7 ഒത്തിരി പ്രാവശ്യം നമ്മുടെ ഡിസ്കഷനകത്തിൽ വന്നിട്ടുള്ള ഒരു സംഭവമാണ്. F7 എന്താണ് സ്പെൽ ചെക്ക്. F7 സ്പെൽ ചെക്ക് പല പ്രാവശ്യം, ഏറ്റവും കൂടുതൽ പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യങ്ങളിൽ ഒന്ന് ഇതാണ്. വേറൊന്ന് ഈ ഈച്ച് എക്സൽ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട്സ് വിത്ത് വിച്ച് സിമ്പിൾ എന്നുള്ള, അല്ലെങ്കിൽ ഈച്ച് എക്സൽ ഫോർമുല, എക്സൽ ഫോർമുല, ഈച്ച് എക്സൽ ഫോർമുല സ്റ്റാർട്ട്സ് വിത്ത് ഈക്വൽ ടു എന്നുള്ളതാണ് വേറെ എക്സലിലെ ഏറ്റവും കൂടുതൽ. അതുപോലെ തന്നെ F7 എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, 24ാമത്തെ ചോദ്യം സ്പെല്ലിംഗ് ചെക്ക്. ഓക്കെ, ഇതുപോലെ മറ്റൊരു ചോദ്യമാണ് പവർ പോയിന്റിലെ സ്ലൈഡ് ഷോയ്ക്ക് അതിലെ F5. അത് നിങ്ങൾ ഓർത്തിരുന്നു. അപ്പൊ ഇവിടുത്തെ ആൻസർ സ്പെൽ ചെക്ക്. ഇതൊന്നും നിങ്ങൾ മറന്നു പോകരുത്. തെറ്റിച്ചുകൊണ്ടൊന്ന് വെറുതെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം ഒരു മാർക്ക് കൊണ്ട് കളയരുത്. ഓക്കെ, അടുത്ത ചോദ്യം. In MS Word 2007 software, the smallest default font size 8, largest default font size 78. Okay, 25ാമത്തെ ചോദ്യം. ഏതാണ് ശരി, ഏതാണ് തെറ്റ്? സ്മോളസ്റ്റ് 8 അല്ലേ, നമ്മള് പഠിച്ച സമയത്തൊക്കെ പറഞ്ഞാണ് MS Wordന്റെ. അതായത് ജസ്റ്റ് മിനിറ്റ്, ഞാൻ വീട് തന്നെ എടുത്ത് കാണിച്ചു തരാം. വേർഡില് നമുക്ക് ഒരു സംഭവം ഉണ്ടെങ്കിൽ അത് ഇവിടെ സ്മോളസ്റ്റ്, ഈ ഫോണ്ട് ഇവിടെ നിന്ന് മാറ്റാൻ പറ്റുന്ന ഏറ്റവും ചെറുത് 8, ഏറ്റവും വലുത് 72. എന്നാൽ ഇതല്ല മാക്സിമം. മാക്സിമം വേറെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, മാക്സിമം എത്രയാണ് ഫോണ്ട് സൈസ്. എന്നാൽ കീ ഉപയോഗിച്ച്, അതായത് സെലക്ട് ചെയ്യുന്ന ഫോണ്ട് സെലക്ടർ ഉപയോഗിച്ച് മാറ്റാൻ പറ്റുന്ന 8 മുതൽ 72 വരെ. ഓക്കെ, 8 ചെറുതും 72 വലുതും. ഓക്കെ, മാക്സിമം അതല്ല. ഓക്കെ, അപ്പം 8 എന്ന് പറയുന്നത് സ്മോളസ്റ്റ് ഡിഫാൾട്ട്, ഏറ്റവും ഡിഫാൾട്ട് ഫോണ്ട് സൈസിൽ ഏറ്റവും ചെറുതെന്ന് പറയുന്നത് 8, വലുതെന്ന് പറയുന്നത് എത്രയാണ് 70. ഇപ്പൊ കണ്ടല്ലോ എത്രയാണ് 75. ഓക്കെ, 72, 75 അല്ല 72. 8 മുതൽ 72 വരെ. ഓക്കെ, 8ഉം 72 ആണ്. ഓക്കെ, 72. അപ്പം 8 മുതൽ 72 വരെ അതാണ് സൈസ്. അപ്പം ആദ്യത്തേതാണ് ശരി, രണ്ടാമത്തേത് തെറ്റാണ്. ഓക്കെ, ഇനി ഓപ്ഷനിലേക്ക് പോവാം. 1 is true and 2 is false. കറക്റ്റ്. 1 is false and 2 is true. തെറ്റ്. both 1 and 2 false. തെറ്റ്. both 1 and 2 are true. തെറ്റ്. അപ്പൊ ഏതാണ് ആൻസർ? എ ആണ് കറക്റ്റ്. 25ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ എ. ഓക്കെ, അപ്പൊ ഇതൊരു ലിമിറ്റ് പഠിച്ചിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പമാണ്. ഒരു കാര്യം കൂടെ പെട്ടെന്നൊന്ന് പറയാം. അതായത്
വേർഡിനകത്തിലെ ഫോണ്ട് സൈസ് ആണ് ഈ പറയുന്നത്. ഓക്കെ, ഇപ്പോ വേർഡില് നമുക്ക് ഫോണ്ട് സൈസ് 8, 9, 10, 11, 12, 20, 24 അങ്ങനെ വന്നിട്ട് 72 വരെ സൈസുകൾ നമുക്ക് സെലക്ട് ചെയ്യും. അതായത് ഈ ബോക്സിനകത്ത് സെലക്ട് ചെയ്യും. ഇനി വേർഡ് സപ്പോർട്ട് ചെയ്യുന്ന ഫോണ്ട് സൈസ് മിനിമം 1 മുതൽ 16, 38 വരെ. അപ്പൊ അതുകൂടെ നിങ്ങളൊന്ന് ഓർത്തു. ഓക്കെ, അതായത് ഈ ചോദ്യം നിങ്ങൾ ഈ ഒരു ഭാഗം നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക. ഡയലോഗ് ബോക്സ് ഉപയോഗിച്ച് സെലക്ട് ചെയ്യാവുന്ന ഏറ്റവും ചെറുത് 8ഉം ഏറ്റവും വലുത് 72 ആണ്. ഇനി വേർഡിനകത്തിൽ എത്ര മുതൽ എത്ര വരെയുണ്ട്? മിനിമം 1 മുതൽ മാക്സിമം 16, 38 വരെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് ശ്രദ്ധിച്ചു വേണം ചെയ്യാൻ. ഓക്കെ, അപ്പോ ഇവിടെ തന്നിരിക്കുന്ന ഈ ചോദ്യം കൂടെ ഒന്ന് ശ്രദ്ധിച്ചോളൂ നിങ്ങൾ. ഇവിടെ നമുക്ക് ഈ ചോദ്യം തന്നിട്ടുണ്ട്. അതായത് വാട്ട് ഈസ് ദ സ്മോളസ്റ്റ് ആൻഡ് ലാർജസ്റ്റ് ഫോണ്ട് സൈസ് അവൈലബിൾ ഇൻ ഫോണ്ട് സൈസ് ഫോർമാറ്റിംഗ് ടൂൾ ബാർ? ഫോണ്ട് സൈസ് ഫോർമാറ്റിംഗ് ടൂൾ ബാറിൽ അവൈലബിൾ ആയിട്ടുള്ള ചെറുതും വലുതും എത്രയാണ് എന്ന് ചോദിച്ചാൽ അതിന്റെ ആൻസർ എത്രയാണ്? 8ഉം 72ഉം ആണ്. ഓക്കെ, പക്ഷേ എന്താണ് ഏറ്റവും ചെറുത് എത്രയാണ്? 1ഉം ഏറ്റവും വലുത് എത്രയാണ്? 16, 38 ആണ്. ഉദാഹരണത്തിന് ഞാനിപ്പോ ഇവിടെ ഈ ഒരു ഇതെടുത്തു. എനിക്ക് ഇവിടെ ടൈപ്പ് ചെയ്യാതെ ഇവിടെ ഇങ്ങനെ വന്നിട്ട് 1 എന്ന് കൊടുത്ത് എൻ്റർ ചെയ്യും. വളരെ തീരെ ചെറുതായതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇത് നമുക്ക് 16, 38 എന്ന് കൊടുത്ത സൈസ് ഓവറായി പോകും. ഓക്കെ, അപ്പൊ അവിടെ വരെ ആണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന എൻ്റർ ചെയ്യാൻ പറ്റുന്ന ലിമിറ്റ്. ഓക്കെ, അപ്പോൾ 1 മുതൽ 16, 38 വരെ ചെയ്യാൻ പറ്റും. ഓക്കെ, അതും കൂടെ നിങ്ങൾ മനസ്സിലാക്കി. ഇതിന്റെ അനുബന്ധമായി ഞാൻ പറഞ്ഞതാണ്. ഓക്കെ, അപ്പോ 78 എന്നുള്ളത് തെറ്റാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ ആൻസർ ഏതായി മാറി? എ ആയിട്ട് മാറിയത്. അത് പുറത്തോളല്ല. ഓക്കെ, അടുത്ത ചോദ്യം. In order to change the alignment of a paragraph into center alignment, നേരിട്ട് സെന്റർ അലൈൻമെന്റിന്റെ ഷോർട്ട് കട്ട് കീ എന്താണെന്നല്ല ചോദിച്ചേക്കുന്നത്. എന്തോ ചോദിച്ചേക്കുന്നേ? In order to change the alignment of the paragraph എന്നാണ് ചോദിച്ചേക്കുന്നത്. ഒന്നുമില്ല, സംഭവം എന്താണ്? ഷോർട്ട് കട്ട് കീ ഫോർ സെൻട്രൽ അലൈൻമെന്റ് തന്നെയാണ്. 26ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ബി. ഓക്കെ, ഇത് ഞാൻ ഒത്തിരി പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, എന്താണ്? L, E, R. ഓക്കെ, L ലെഫ്റ്റ് അലൈൻമെന്റ്, R റൈറ്റ് അലൈൻമെന്റ്, E സെൻട്രൽ അലൈൻമെന്റ്. ഓക്കെ, അപ്പൊ സെൻട്രൽ അലൈൻമെന്റ് എന്താണ്? E. ഓക്കെ, അപ്പൊ ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരിക്കലും മിസ് ചെയ്ത് പോരുതാത്ത ചോദ്യങ്ങളാണ്. കാരണം ഇതൊക്കെ സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ ഒത്തിരി പ്രാവശ്യം പറഞ്ഞിട്ടുള്ള സംഭവം കൂടെയാണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. Which of the following is correctly matched? താഴെ പറയുന്നു. ഇപ്പൊ ഇതൊരു ഷോർട്ട് കട്ട് കീയുടെ മാച്ചിങ് ആണ്. ഇതിലേതാണ് തെറ്റ് എന്നാണ് ചോദിച്ചത്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണമെങ്കിൽ 4 ഷോർട്ട് കട്ട് കീ മിനിമം അറിഞ്ഞിരിക്കും. ഓക്കെ, അപ്പൊ കൺട്രോൾ എ എന്താണ് ഉപയോഗം? പേസ്റ്റ് എന്നാണ് തന്നിരിക്കുന്നത്. പേസ്റ്റ് ആണോ കൺട്രോൾ എയുടെ ഉപയോഗം? അല്ല. കൺട്രോൾ എക്സ് റീഡു എന്താണ്? റീഡുവും അല്ല. എന്താണ് റീഡുവിന്റെ ഷോർട്ട് കട്ട് കീ? കൺട്രോൾ വൈ ആണ്. അടുത്ത കൺട്രോൾ ഇസഡ് അൺഡു ദ ലാസ്റ്റ് ആക്ഷൻ. ശരിയാണ്. അടുത്തത് കൺട്രോൾ സി ടു കട്ട്. തെറ്റാണ്. കൺട്രോൾ സി എന്തിനാണ് ഉപയോഗിക്കുന്നത്? കോപ്പിക്കാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ ഓരോന്നിന്റെ കറക്റ്റ് നോക്കാം. കൺട്രോൾ എ എന്തുവാ? സെലക്ട് ഓൾ. കൺട്രോൾ എ എന്ത് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്?
സെലക്ട് ഓൾ. കൺട്രോൾ എക്സ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? കട്ട് ചെയ്യാനാണ്. കൺട്രോൾ ഇസഡ് എന്ത് ചെയ്യാനാണ്? അൺഡു ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. കൺട്രോൾ സി എന്ത് ചെയ്യാനാണ്? കോപ്പി ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ കറക്റ്റ് ആയിട്ട് മാച്ചിങ് ആയിട്ടുള്ള ഇവിടെ ഒന്നേ ഉള്ളൂ. ഇനി നമുക്ക് ഇത് മാത്രമേ ഉള്ളൂ കറക്റ്റ് ആയിട്ട് മാച്ച്. ഇനി ഇത് ഓരോന്നിനും ഓരോ ഓപ്പറേഷൻ ഉള്ളത്. പേസ്റ്റ് ചെയ്യാൻ എന്താണ് ഉപയോഗിക്കുന്നത്? കൺട്രോൾ വി, പേസ്റ്റ്. റീഡു എന്താണ്? കൺട്രോൾ വൈ. അൺഡു കറക്റ്റ് ആയിട്ട് മാച്ചായി. കട്ട് ചെയ്യാൻ എന്താണ് ഉപയോഗിക്കുന്നത്? കൺട്രോൾ എക്സ്. ഓക്കെ, ഇത് എ ടു ഇസഡ് എന്ന് പറഞ്ഞ ഒരു വലിയ നമ്മുടെ ഒരു മണിക്കൂറിന്റെ ഒരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്, എ ടു ഇസഡ് ടിപ്സ് ആയിട്ട്. ഓക്കെ, അത് വായിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഒരുമാതിരിപ്പെട്ട എല്ലാ ഷോർട്ട് കട്ട് കീയും പ്രധാനപ്പെട്ട എല്ലാം കിട്ടും. ഓക്കെ, പിന്നെ കുറച്ച് എന്താണ് സൂപ്പർ സ്ക്രിപ്റ്റും സബ്സ്ക്രിപ്റ്റ് അങ്ങനെ കുറച്ച് സാധനങ്ങൾ മാത്രമേ. ബാക്കിയെല്ലാം ആ വീഡിയോ തന്നെ റെഫർ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ 27ാമത്തെ ചോദ്യമാണ് നമ്മളിപ്പോ പറഞ്ഞത്. അപ്പോ ഇവിടെ വെച്ച് ഞാൻ ഈ ഒരു സംഭവം നിർത്തുകയാണ്. ഓക്കെ, ഇനി ഈ ചോദ്യ പേപ്പറിൽ ഒരു കുറച്ച് 50 വരെയുള്ള ചോദ്യങ്ങളുണ്ട്. 28 മുതൽ 50 വരെ. ഏതാണ്ട് 22 ചോദ്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ തീരുക. ഓക്കെ, ഈ ഒരു ചോദ്യ പേപ്പർ നിങ്ങൾ മസ്റ്റ് ആയിട്ടും റെഫർ ചെയ്യണം. ഇതിന്റെ ചോദ്യ പേപ്പറും അതിന്റെ ആൻസർ കീയും കൂടെ ഞാൻ ഇട്ട് തരാം. ഓക്കെ, കാരണം ഈ ചോദ്യ പേപ്പർ നിങ്ങൾ മസ്റ്റ് ആയിട്ട് റെഫർ ചെയ്യണം. കാരണം ഇതൊരു റീസെന്റ് ട്രെൻഡിങ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഉറപ്പായിട്ടും റെഫർ ചെയ്യണം. ഇതിനകത്തിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കുറച്ച് ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടാതെ ഇരിക്കില്ല. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതിന്റെ ബാക്കി ഭാഗം കാണും. ഇതിന്റെ ബാക്കി ഭാഗങ്ങളും വളരെ ഇമ്പോർട്ടന്റ് ആണ്, വളരെ പ്രസക്തമായ ചോദ്യങ്ങളാണ്. എല്ലാം സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ ഇതിനെ ആൻസർ ചെയ്യുക. 50 വരെയുള്ള ചോദ്യങ്ങളുണ്ട്. അടുത്ത വീഡിയോയിൽ ഞാൻ ആ ഭാഗം കൂടെ തീർത്തു തരുന്നതായിരിക്കും. ഓക്കെ.